യോഗം വളരെ ശ്രദ്ധേയമായ പ്രഭാത യോഗമായിരുന്നു. പത്തനംതിട്ടയുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ അവരകത്ത് പങ്കെടുത്തു. ശ്രദ്ധേയരായ രണ്ട് വ്യക്തിത്വങ്ങൾ, ഒന്ന് DCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ്. അദ്ദേഹം രാവിലത്തെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അവിടെ അവതരിപ്പിച്ചു. രണ്ട്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജി ചാക്കോ. ഇവര് രണ്ടുപേരും പത്തനംതിട്ടക്കാരോട് ആരാണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല, അവര് പങ്കെടുത്തു. ഇവര് പങ്കെടുക്കുന്നതോടുകൂടി അവരിതാ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി എന്നല്ല ഞങ്ങൾ കാണുന്നത്. കാരണം ഇത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ പരിപാടിയല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പരിപാടിയല്ല. ഇത് സർക്കാർ നേതൃത്വം നൽകുന്ന ജനങ്ങളുടെ പരിപാടിയാണ്. കേരളത്തിൽ ഒരേയൊരു സർക്കാരേ ഉള്ളൂ. LDF സർക്കാർ എന്ന് നമ്മൾ പറയും, പക്ഷെ LDFന്റെ മാത്രം സർക്കാരല്ല. BJP സർക്കാർ എന്ന് പറഞ്ഞാലും ജനാധിപത്യത്തിൽ BJPയുടെ മാത്രം സർക്കാരാകാൻ പാടില്ല. സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനമാണ്. സർക്കാർ മുഴുവൻ ജനങ്ങളുടെയും സംവിധാനമാണ്. ഇപ്പൊ LDF ആകാം, UDF ആകാം, BJP ആകാം, രാഷ്ട്രീയമില്ലാത്ത ആളുകളാകാം, അവരുടെ എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന സംവിധാനമായിട്ടാണ് സർക്കാരിനെ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടാകണമെന്ന താല്പര്യം ഞങ്ങൾ പ്രകടിപ്പിച്ചത്. ഈ പരിപാടി വിഭാവനം ചെയ്യുമ്പോൾ ഓരോ മണ്ഡലത്തിലും സംഘാടനത്തിന് നേതൃത്വം നൽകുന്ന സമിതികളുടെ അധ്യക്ഷന്മാർ അതാത് മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളായിരിക്കണം. ഇപ്പോൾ ബഹുമാനിയായ ആരോഗ്യമന്ത്രി അധ്യക്ഷയായിരിക്കുന്നത് ആരോഗ്യമന്ത്രി എന്ന നിലയിലല്ല, ആറന്മുളക്കാർ തെരഞ്ഞെടുത്ത് അയച്ച ജനപ്രതിനിധി എന്ന നിലയിലാണ്. വീണ ജോർജ് എന്ന ജനപ്രതിനിധി അവർക്ക് വോട്ട് ചെയ്ത LDFും മറ്റാളുകളുടെയും മാത്രം പ്രതിനിധിയല്ല. കാരണം ആറന്മുളയിൽ UDFന് വേറെ MLA ഇല്ല, ഒറ്റ MLA ഉള്ളൂ. ആ MLA എല്ലാ വിഭാഗം ആളുകളെയും പ്രതിനിധാനം ചെയ്യണം. അതുകൊണ്ട് മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആ മണ്ഡലത്തിലെ ജനപ്രതിനിധി ആയിരിക്കണം. പത്തനംതിട്ടയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ ജില്ലയ്ക്ക് എത്ര ശ്രമിച്ചാലും LDFന്റെ MLAക്ക് മാത്രമേ എല്ലാ മണ്ഡലങ്ങളിലും അധ്യക്ഷത വഹിക്കാൻ കഴിയൂ. കാരണം കേരളത്തിൽ അങ്ങനെ സവിശേഷതയുള്ളൊരു ജില്ലയാണ് പത്തനംതിട്ട. 5 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് മാത്രമേ MLAമാർക്ക് അധ്യക്ഷത വഹിക്കാൻ കഴിയൂ. ഞങ്ങൾ വിഭാവനം ചെയ്തത് അങ്ങനെയല്ല. ഏത് മണ്ഡലമാണെങ്കിലും അവിടുത്തെ MLA അധ്യക്ഷയായിരിക്കും. പ്രഭാത യോഗങ്ങളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. നവകേരള സദസ്സ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഒരു ഭാഗത്ത് പരാതികൾ സ്വീകരിക്കുന്നു, മറുഭാഗത്ത് ഞങ്ങൾ 3 കാര്യങ്ങൾ ഈ നവകേരള സദസ്സിൽ നിർവഹിക്കുന്നു. ഒന്ന്, എന്താണ് കേരളം ഇതുവരെ നേടിയിട്ടുള്ളത്, ഞങ്ങൾ എന്താണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 2, എന്താണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നവകേരളം എന്നതുകൊണ്ട് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. 3, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കേരളം സാമ്പത്തികമായ പരിമിതികളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകേണ്ടി വരുന്നത്. ഈ 3 ഭാഗങ്ങളാണ് നവകേരള സദസ്സ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുമില്ല. നവകേരളം എന്തായിരിക്കണമെന്നത് ഇതേവരെയുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ ജനങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത്. കേരള മാതൃക ലോകത്തിന്റെ മുൻപിൽ ഏറെ സവിശേഷത ആർജിച്ചൊരു മാതൃകയാണ്. ആ മാതൃകയുടെ പ്രത്യേകത വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്കകത്തുള്ള മികവ്, സാമൂഹ്യക്ഷേമ രംഗങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ചിത്രം, മാനവ വികാസ സൂചകങ്ങളിൽ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന മികവ്. ഇതാണ് കേരള മാതൃക. ആ കേരള മാതൃകയിൽ ജനാധിപത്യത്തിന്റെ സംഭാവനയായിരുന്നു ജനകീയ ആസൂത്രണം. നടപ്പിലാക്കലിൽ മാത്രമല്ല, ആസൂത്രണത്തിന്റെ ഘട്ടത്തിൽ ജനങ്ങളുടെ ആകെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന സവിശേഷമായ ഒരു രീതി ലോക ജനാധിപത്യത്തിന് ജനകീയ ആസൂത്രണം സംഭാവന ചെയ്തു. അതിന്റെ തുടർച്ചയാണ്, വികസിതമായ തുടർച്ചയാണ് നവകേരള സദസ്സ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാലുള്ള ഭരണ സംവിധാനമാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അവകാശം എന്നുള്ളത് 5 വർഷം കൂടുമ്പോൾ രേഖപ്പെടുത്തുന്ന സമ്മതിദായക അവകാശം മാത്രമല്ല, ഓരോ ഘട്ടത്തിലും ജനങ്ങൾക്ക് ഇടപെടാൻ കഴിയണം.
ജനങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കാൻ കഴിയണം. ആസൂത്രണത്തിൽ, നിർവഹണത്തിൽ, വിമർശനത്തിൽ എല്ലാത്തിലും ജനപങ്കാളിത്തം ഉണ്ടാകണം. ആ ജനാധിപത്യത്തിന്റെ വികസിത തുടർച്ചയുടെ ലോകത്തിന്റെ ആദ്യത്തെ അനുഭവമായിട്ടാണ് നവകേരള സദസ്സ് വരുന്നത്. ഈ നവകേരളം എന്തായിരിക്കണം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ? ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല. കഴിഞ്ഞ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസത്തിനകത്ത് കേന്ദ്രീകരിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന് പ്രത്യേകതയുണ്ട്. ആ ഗവൺമെന്റ് ഒരുപക്ഷെ ലോകത്താദ്യമായി എന്താണോ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത് എത്രമാത്രം നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ മുൻപിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും ജനാംഗീകാരം നേടിയ ഒരു സർക്കാരാണ്. ആദ്യമായിട്ടാണ് ഒരു സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. പ്രകടന പത്രികയ്ക്കകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ആദ്യ വർഷം തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, മറ്റു കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, ഏതെല്ലാം കാര്യങ്ങൾ ഇനി തുടങ്ങാനുണ്ട്. ഒന്നാമത്തെ വർഷം പ്രോഗ്രസ് കാർഡ്. പ്രകടന പത്രികയും ഉള്ളത് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിനകത്ത് പ്രചരണത്തിനുള്ള ഒരു സംവിധാനം മാത്രമാണ് എന്ന പരിചിതമായ കാഴ്ചപ്പാടിനെ ഒന്നാം പിണറായി സർക്കാർ അട്ടിമറിച്ചു. ആദ്യത്തെ വാർഷികത്തിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതാ ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡ്. സാധാരണ പ്രോഗ്രസ് കാർഡ് എന്ന വാക്ക് നമുക്ക് പരിചിതമാകുന്നത് സ്കൂളിൽ നിന്ന് കുട്ടികൾ പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ടൊരു കാർഡുമായിട്ട് വരും. മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുറ്റിക്കളിയായിരിക്കും. എപ്പോഴാണ് ഇതൊന്ന് ഒപ്പിടിക്കാൻ പറ്റുന്ന സന്ദർഭം? നല്ല വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നതിനിടയിൽ ചില ബിരുദന്മാരാണെങ്കിൽ ഒപ്പ് തന്നെ ശരിക്കും ഒന്ന് ഇട്ട് പഠിക്കുകയും ചെയ്യും. ബിരുദന്മാരുണ്ടാവും. എന്നാൽ ഈ ഗവൺമെന്റിന് അങ്ങനെ ഒരു ഒളിച്ചകളിയുടെ ആവശ്യമില്ലായിരുന്നു. ആദ്യമായി പ്രോഗ്രസ് കാർഡ്. അപ്പൊ ജനങ്ങളുടെ മുൻപിൽ നേരെ പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി അവിടെ അവതരിപ്പിച്ചു. ഒന്നാമത്തെ വർഷം തീർന്നില്ല. രണ്ടാമത്തെ വർഷം 2 വർഷത്തിന്റെ പ്രോഗ്രസ് കാർഡ്. മൂന്നാമത്തെ വർഷം 3 വർഷത്തിന്റെ പ്രോഗ്രസ് കാർഡ്. നാലാമത്തെ വർഷം 4 വർഷത്തിന്റെ പ്രോഗ്രസ് കാർഡ്. അഞ്ചാമത്തെ വർഷമായപ്പോ പറഞ്ഞ കാര്യങ്ങൾ മഹാഭൂരിപക്ഷവും പൂർത്തീകരിച്ച് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, ഒരുപക്ഷെ ലോക ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ഒരു മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ സർക്കാരാണ് പിണറായി സർക്കാരുമുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ വീണ്ടും ആ സർക്കാരിനെ തിരഞ്ഞെടുത്തു. ചിലര് പറയണ കിറ്റ് കൊടുത്തു, അതിന്റെ ഭാഗമായി അബദ്ധം പറ്റി ചെയ്തതാണ്. കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം ചെറുതാക്കി കാണരുത്. ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുടർച്ചയുണ്ടായി. ആ തുടർച്ച ഒരു പുതിയ ചരിത്രമാണ്. ആ തുടർച്ചയുണ്ടായത് നേരത്തെ ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റിന്റെ പിൻബലത്തിലാണ്. ആ തുടർച്ചയുണ്ടായത് നേരത്തെ ലഭിച്ച വോട്ടിനേക്കാളും കൂടുതൽ വോട്ട് മേടിക്കൊണ്ടാണ്. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അതൊരു തുടർച്ചയായി നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങളുടെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം, ആ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാർക്കും ഒട്ടിച്ച കവറിനകത്ത് ഒരു സമ്മാനം നൽകി. എല്ലാ മന്ത്രിമാർക്കും. ഞങ്ങളെല്ലാം ആകാംക്ഷയോടുകൂടി അത് പൊട്ടിച്ചു നോക്കി, തുറന്നു നോക്കി. ആ കവറിനകത്ത് ഓരോ മന്ത്രിക്കും നൽകി. എന്താണ് 2021 തെരഞ്ഞെടുപ്പിൽ ഈ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം? പ്രകടന പത്രികയുടെ ഒരു കോപ്പി എല്ലാ മന്ത്രിമാർക്കും ആദ്യം മുഖ്യമന്ത്രി സമ്മാനിച്ചു. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പ്രകടന പത്രികയ്ക്കകത്ത് നിങ്ങളുടെ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് തന്നെയാണ്. ആദ്യത്തെ വർഷം ഞങ്ങൾ പൂർത്തീകരിച്ചു. പൂർത്തീകരിക്കുന്നതിന്റെ 1 മാസം മുൻപ് മുഖ്യമന്ത്രി ഞങ്ങളോട് പ്രോഗ്രസ് റിപ്പോർട്ട് ചോദിച്ചു. ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ വകുപ്പിലും പ്രകടന പത്രികയിൽ ഇന്ന ഐറ്റം എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ വിശദീകരിച്ചു. അതിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി രണ്ടാം പിണറായി ഈ ഗവൺമെന്റിന്റെ 1ാം വാർഷികത്തിൽ വീണ്ടും പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചു. ഇവൻ ജനാധിപത്യത്തിന്റെ പുതിയ അനുഭവമാണ്. ഈ 2ാം ഗവൺമെന്റ് ഊന്നുന്നത് നവകേരള നിർമ്മിതിക്കാണ്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക. ഇവിടെ ആരോഗ്യമന്ത്രി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ. ഈ മണ്ഡലത്തിനകത്ത കാര്യങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് അവർ അധ്യക്ഷ പ്രസംഗം നടത്തിയത്. ആരോഗ്യ മേഖലയിൽ കേരളം ലോകത്തിന് വലിയൊരു മാതൃകയാണ്. കേരളത്തിൽ ജനിച്ചാൽ 7-8 വർഷം കൂടുതൽ ജീവിക്കാം.
എന്ന് വെച്ചിട്ട് ആർക്കും ഇവിടെ ജനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ജനിക്കാൻ പറ്റില്ല. യാദൃശ്ചികമായിട്ടാണ് ഇവിടെ ജനിക്കുന്നത്. ഇവിടെ ജനിച്ചാൽ ഒരു 7-8 വർഷം കൂടുതൽ ജീവിക്കാം. അപ്പൊ കേരള മാതൃകയുടെ സവിശേഷതയാണ്. എന്നാൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലന സംവിധാനം ഉറപ്പുവരുത്തി ഇന്ത്യയിൽ ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ, സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയുള്ള ജനറൽ ആശുപത്രിയിൽ അവയവം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ മാറ്റിവെക്കുന്ന ആശുപത്രി ഉള്ള സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. എറണാകുളം ജനറൽ ആശുപത്രി വൃക്ക മാറ്റിവെച്ചു. എയിംസ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ കരൾ മാറ്റിവെച്ച മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന സംസ്ഥാനത്തിന്റെ പേരും കേരളം എന്നാണ്. കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജ് കരൾ മാറ്റിവെച്ചു. മെഡിക്കൽ കോളേജുകൾക്കകത്തുള്ള ഈ സൗകര്യത്തിന്റെ തുടർച്ചയിൽ ഇന്ത്യയിൽ ആദ്യമായി അവയവം മാറ്റിവെക്കുന്നതിന് വേണ്ടി മാത്രം അത്യാധുനികമായ സൗകര്യങ്ങളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. ഇന്ത്യയിൽ ആദ്യമായി. അവയവൊക്കെ മാറ്റിവെക്കുക, കരളൊക്കെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ 50-60 ലക്ഷം രൂപ ചെലവ് വരുന്നതാണ്. അത് സ്വകാര്യ ആശുപത്രികൾ ആശ്രയിക്കേണ്ടി വരുമ്പോൾ പലരും മാറ്റിവെക്കേണ്ടതില്ല, ജീവിതം ഇതുവരെയേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി തീരുമാനമെടുക്കാൻ നിർബന്ധിതമാകും. മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ തന്നെ പിന്നീട് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി പലപ്പോഴും കടക്കെണിയിലേക്ക് വരും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ പണത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രാപ്യമാകണം എന്ന കാഴ്ചപ്പാട് നവകേരളത്തിന്റെ കാഴ്ചപ്പാടാണ്. നവകേരളം കേവലം ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുക മാത്രമല്ല, ലോകത്തിനകത്ത് സാധ്യമാകുന്ന ഏറ്റവും പുതിയ രീതികൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന കാഴ്ചപ്പാട് നവകേരളം മുന്നോട്ട് വയ്ക്കുന്നു. നവകേരളത്തിൽ ഞങ്ങൾ കേന്ദ്രീകരിക്കുന്ന മറ്റൊരു ഭാഗം, പ്രധാനപ്പെട്ട ഭാഗം ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ആ വകുപ്പിന്റെ മന്ത്രിപൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം അതുവഴിയാണ് നവകേരളം മുന്നോട്ട് വയ്ക്കുന്ന വൈജ്ഞാനിക സമൂഹത്തിലേക്കുള്ള വികാസം. നവകേരളം മുന്നോട്ട് വയ്ക്കുന്നത് അറിവിനെ അടിസ്ഥാനമാക്കിയ സമ്പദ്ഘടനയാണ്. നവകേരളം മുന്നോട്ട് വയ്ക്കുന്നത് അറിവിനെ അധിഷ്ഠിതമാക്കിയ വ്യവസായങ്ങളാണ്. നമ്മുടെ നാട്ടിലേക്ക് വ്യവസായങ്ങൾ വരണം, നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ സംരംഭങ്ങൾ വരണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് മാനവ വിഭവശേഷിയാണ്. ഇന്ന് നിങ്ങൾ ചിലപ്പോ പത്രങ്ങളിൽ ഒരു ചെറിയ വാർത്ത കണ്ടിട്ടുണ്ടാവും. മിക്കവാറും പത്രങ്ങളിലില്ല, ചിലയിടത്ത് ചെറിയ വാർത്തയുണ്ട്. എന്താ വാർത്ത? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയം ഡൽഹിയിൽ സംഘടിപ്പിച്ച, പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത ആ കോൺക്ലേവിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 സ്റ്റാർട്ടപ്പുകളെ തെരഞ്ഞെടുത്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനപ്പെടുത്തിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 സ്റ്റാർട്ടപ്പുകളിൽ ഒന്ന് കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന, തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ജെനോ റോബോട്ടിക്സ്. ഓരോ മലയാളിക്കും അഭിമാനിക്കാം. ജെനോ റോബോട്ടിക്സ് 4 ചെറുപ്പക്കാർ ചേർന്ന് ആരംഭിച്ച സംരംഭം. പെട്ടെന്ന് മലയാളിക്ക് ഓർമ്മ വരണമെങ്കിൽ കോഴിക്കോട് അടുക്കുചാല ശുദ്ധീകരിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിയ നൌഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആധുനിക സമൂഹത്തിനകത്ത് അടുക്കുചാലുകൾ ശുചീകരിക്കാൻ മനുഷ്യൻ ഇറങ്ങേണ്ടതില്ല. സാങ്കേതിക വിദ്യ അതിവേഗത്തിൽ വികസിക്കുന്നു. അങ്ങനെയാണ് 4 ചെറുപ്പക്കാർ ചേർന്ന് അവിടെ റോബോട്ടിന് ഇറക്കിക്കൊണ്ട് ആ മാൻഹോൾ ശുദ്ധീകരിക്കാവുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. ആ 4 ചെറുപ്പക്കാർ അവരുടെ സ്വപ്നത്തിന് കേരളം ജീവൻ നൽകി, ടെക്നോ പാർക്കിൽ സംവിധാനങ്ങൾ നൽകി. അവരാണ് ജെനോ റോബോട്ടിക്സ്. സ്ട്രോക്കൊക്കെ വന്നിട്ടുള്ള ആളുകളുടെ ചികിത്സയ്ക്ക്, അവരുടെ പരിശീലനത്തിന് റോബോട്ടുകൾ ഉപയോഗിക്കുന്ന ലോകത്തിന്റെ ആദ്യത്തെ സംവിധാനം ഈ കേരളമാണ് സംഭാവന ചെയ്തത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തു. ഓപ്പൺ എന്ന് പറയുന്ന കേരളത്തിന്റെ ആദ്യത്തെ യൂണിക്കോൺ സ്റ്റാർട്ടപ്പിന്റെ പ്രതിനിധി. 8,000 കോടിയാണ് ടേൺ ഓവർ. കേരളത്തിനകത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ ആരംഭിച്ച ഓപ്പൺ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് സംവിധാനം 1 ബില്യണിലേക്ക് എത്തിയ കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ്.
നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഏഷ്യയിൽ ഏറ്റവും മികച്ചതാണ്. ഇത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ നിങ്ങൾ കാണില്ല. ഫിൻലാൻഡിൽ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ സംവിധാനത്തിന് സ്റ്റാർട്ടപ്പുകളെ ആശ്രയിക്കാൻ തീരുമാനിച്ചു. സോഫ്റ്റ്വെയർ ബേസ് സംവിധാനത്തെ ആശ്രയിക്കാൻ തീരുമാനിച്ചു. ഫിൻലാൻഡ് ലോകത്തിലെ പിന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ മാതൃകയായിട്ടുള്ള രാജ്യമാണ്. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും സ്കൂൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ ആദ്യം പോകുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഫിൻലാൻഡാണ്. ആ ഫിൻലാൻഡ് അവരുടെ വിദ്യാഭ്യാസത്തെ ആധുനിക സാങ്കേതിക വിദ്യയുമായി കൂട്ടിയിണക്കാൻ തീരുമാനിച്ചപ്പോ അതിനുവേണ്ടി ലോകത്തെമ്പാടുമുള്ള സംവിധാനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് വന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുമായി മത്സരിച്ച് അതിനകത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറത്തെ എടരിക്കോട് ഗ്രാമത്തിനകത്ത് 4 ചെറുപ്പക്കാർ രൂപം നൽകിയ ഇന്റർവെൽ എന്ന സോഫ്റ്റ്വെയർ ആണ്. ആ സ്റ്റാർട്ടപ്പ് സംവിധാനം ഇത് കേരളത്തിന്റെ സവിശേഷതയാണ്. ചിലർ ചോദിക്കില്ലേ, വലിയ കമ്പനി വന്നോ, ആ കമ്പനി അവിടെ വന്നില്ലേ, ഈ കമ്പനി ഇവിടെ വന്നില്ലേ? നമുക്ക് വരേണ്ട കമ്പനികൾ ഇവിടത്തെ ചെറുപ്പക്കാർക്ക് ജോലി നൽകാൻ കഴിയുന്ന സ്ഥാപനങ്ങളായിരിക്കണം. അതുകൊണ്ട് നവകേരളം അറിവ് അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, റോബോട്ടിക്സിന്റെ, മെഷീൻ ലേണിംഗിന്റെ, ബിഗ് ഡാറ്റ അനാലിസിസിന്റെ ഒക്കെ കമ്പനികൾ കേരളത്തിൽ 100 കണക്കിന് വരണം. പത്തനംതിട്ട ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ലകളിൽ ഒന്നാണ്. നമ്മുടെ നാട്ടിലൊരു കുട്ടി ബിടെക് പഠിക്കുമ്പോ കമ്പ്യൂട്ടറാണ് പഠിക്കുന്നതെങ്കിൽ ആദ്യത്തെ ആഗ്രഹങ്ങളിൽ ഒന്ന് IBM ജോലി ചെയ്യണം. നേരത്തെ IBM ജോലി ചെയ്യണമെങ്കിൽ അമേരിക്കയിലേക്ക് പോകണം, പിന്നീട് ബാംഗ്ലൂരിലേക്ക് പോയാൽ മതി എന്നായി. എന്നാൽ 1 വർഷം മുമ്പ് കേരളത്തിൽ ആദ്യത്തെ IBM ക്യാമ്പസ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1 വർഷം കൊണ്ട് 100 പേരെ റിക്രൂട്ട് ചെയ്യുമെന്നായിരുന്നു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ അവർ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. ഞാനും അതിനകത്ത് പങ്കെടുത്തിരുന്നു. 1 വർഷം പൂർത്തീകരിച്ചു. അവരുടെ വാർഷികത്തിന്റെ ഭാഗമായി IBM സീനിയർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കൊച്ചിയിലെത്തി. ഞാൻ അവരുമായി ആശയവിനിമയത്തിന് പോയിരുന്നു. സീനിയർ വൈസ് പ്രസിഡന്റ് പറഞ്ഞു, 1 വർഷം കൊണ്ട് ഞങ്ങൾ 100 പേരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ 1800 പേരെ ഞങ്ങൾ ഇപ്പോഴേ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇത്രയും അധികം ആളുകളെ നിങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്? അതിന് അദ്ദേഹം മറുപടി നൽകി. അദ്ദേഹം നൽകിയ മറുപടി, ലോകത്തെ ഏത് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എടുത്ത സമയത്തെക്കാളും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും വേഗത്തിൽ ഞങ്ങളെടുത്ത ആദ്യത്തെ ബാച്ച് ലോകത്തിന്റെ അമേരിക്കയിലും ജപ്പാനിലും ഇപ്പോൾ ഉപയോഗിക്കുന്ന 2 പ്രൊഡക്റ്റുകൾ അവർ വികസിപ്പിച്ചെടുത്തു. ഇത്രയും ശേഷിയുള്ള മാനവശക്തി കേരളത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ഈ 1800 പേരിൽ 200 പേർ തിരിച്ചു വന്നവരാണ്. ആ 200 പേരിൽ അമേരിക്കയിൽ IBM ജോലി ചെയ്തവരുണ്ട്. ആ 200 പേരിൽ യൂറോപ്പിനകത്ത് ഫ്രാൻസിൽ IBM ജോലി ചെയ്തവരുണ്ട്. ബാംഗ്ലൂരിൽ ജോലി ചെയ്തവരുണ്ട്. ആ വൈസ് പ്രസിഡന്റ് ഉപയോഗിച്ച വാക്ക് റിവേഴ്സ് മൈഗ്രേഷൻ. ഇതുവരെ കേരളത്തിൽ നിന്ന് അങ്ങോട്ടുള്ള കുടിയേറ്റമായിരുന്നുവെങ്കിൽ ഇതാ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മലയാള മനോരമയുടെ ഓൺലൈനിൽ ഇംഗ്ലീഷ് വെർഷനകത്ത് ഒരു വാർത്തയുണ്ടായിരുന്നു. മലയാളത്തിൽ അധികം വരാനിടയില്ല, ഒന്നും എനിക്കറിയില്ല. ടെക്കുകൾ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന മലയാളി ടെക്കുകൾ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. അവര് തന്നെ പറയുന്നു, ശമ്പളം കൂടുതൽ ലഭിക്കുന്നു. എല്ലാ കമ്പനികൾ, IBM ഇവിടെയുണ്ട്, ടാറ്റ എലക്സി അവരുടെ 60% തൊഴിൽ ശക്തി ഇപ്പൊ കേരളത്തിലാണ്. TCS 36 ഏക്കറിൽ കൊച്ചിയിൽ അവരുടെ വലിയ ക്യാമ്പസ് വരുന്നു. കൊഗിനിസൺ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിലൊന്ന് തിരുവനന്തപുരത്തും കൊച്ചിയിലും പ്രവർത്തിക്കുന്നു. US ടെക്നോളജി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ലോകോത്തര IT കമ്പനികളെല്ലാം കേരളത്തിൽ. ഈ 2 വർഷത്തിനിടയിലല്ല, 7.5 വർഷത്തിനിടയിൽ കേരളം IT മേഖലയ്ക്കകത്ത് അതിവേഗത്തിൽ കുതിച്ചു പോകുന്നു. ഞാൻ കോഴിക്കോട് പോയപ്പോ അവിടുത്തെ IT പാർക്കിൽ ആളുകൾ പറഞ്ഞു, ഇപ്പൊ കുറച്ച് ആങ്കർ കമ്പനികൾ വരണം. ഇപ്പൊ അവര് പറയുന്നു, ഇവിടെ IT കമ്പനികൾക്ക് സ്ഥലമില്ല, പുതുതായി അക്വയർ ചെയ്യേണ്ടതുണ്ട്.
ഇതാണ് അറിവ് അധിഷ്ഠിതമാക്കപ്പെട്ട വ്യവസായങ്ങളുടെ സാധ്യതയുമുള്ളത്. ഇനിയും കൂടുതൽ വ്യവസായങ്ങൾ വരണം. പപ്പനംതിട്ട പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട മേഖലയാണ്. ഇവിടെ റബ്ബറിന്റെ വലിയ സാധ്യതകളുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നയം റബ്ബറിന്റെ വില ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു. റബ്ബറിന് എങ്ങനെ മൂല്യവർദ്ധനം ഉണ്ടാക്കാൻ കഴിയും? അതിനുവേണ്ടി കേരളത്തിൽ ഒരു പുതിയ കമ്പനി കോട്ടയത്ത് വെള്ളൂരിൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ കേരള റബ്ബർ ലിമിറ്റഡ് കമ്പനി പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. 235 കോടി ആദ്യഘട്ടത്തിൽ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ചാമ്പരയാൻ റബ്ബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിലെ സ്വകാര്യ കമ്പനികൾ അതിന് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. അപ്പൊ റബ്ബറിന് കൂടുതൽ വില കിട്ടാൻ കേരളത്തിന് സാധ്യമാകുന്നത് കേന്ദ്രം തുടർച്ചയായി തെറ്റായ സമീപനം സ്വീകരിക്കുമ്പോൾ കേരളം അത് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതാണ് അറിവധിഷ്ഠിത സമ്പദ്ഘടനയുമായി മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ രൂപത്തിൽ കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റാൻ പ്രവർത്തിക്കുമ്പോൾ അതോടൊപ്പം സാധാരണ ജനവിഭാഗങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മറ്റു മന്ത്രിമാർ അത്തരം കാര്യങ്ങൾ പറയും, ഞാൻ അവരിലേക്ക് കിടക്കുന്നില്ല. ഞങ്ങൾ ഈ ദൗത്യം നിർവഹിക്കുന്നത് വല്ലാത്ത പ്രതികൂല സാഹചര്യങ്ങളിലാണ്. ആ പ്രതികൂല സാഹചര്യം ഞങ്ങളുടെ ഏതെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരുന്ന സാഹചര്യമല്ല. ആ സാഹചര്യം കേന്ദ്ര സർക്കാർ ബോധപൂർവം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് പത്രത്തിൽ നിങ്ങളൊരു വാർത്ത കണ്ടിട്ടുണ്ടാകും. ആ വാർത്തയിൽ പറയുന്നത് കേരളത്തിന് ലഭിക്കേണ്ട 1925 കോടി രൂപ പലിശരഹിത വായ്പ കേരളം ഉപയോഗിച്ചിട്ടില്ല എന്ന് ഒരു കേരള വിരുദ്ധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്. എന്താ കേരളത്തിനത് നൽകാതിരുന്നത്? പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ വായ്പാ പദ്ധതിയിൽ 2088 കോടി രൂപയ്ക്ക് നമ്മൾ അപേക്ഷ സമർപ്പിച്ചു. ഫോൺ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ, ലോകത്താദ്യമായി ഒരു സംസ്ഥാനം, ഒരു പ്രദേശം ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് കേരളമാണ്. അടിസ്ഥാന അവകാശമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമായി കൊണ്ടാണ് ഫോൺ. അത് നമ്മുടെ ദേശീയപാത പോലെ, അല്ലെങ്കിൽ തീരദേശപാത പോലെ, അല്ലെങ്കിൽ മലയോരപാത പോലെ, ദേശീയ ജലപാത പോലെ, റെയിൽവേ ലൈൻ പോലെ നമ്മുടെ IT മേഖലയ്ക്ക് വേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണക്ടിവിറ്റി സംവിധാനം ഒരുക്കലാണ് ഫോൺ. അതിനുവേണ്ടി നമ്മൾ പണം ചോദിച്ചു. ഈ പലിശരഹിത പദ്ധതിക്കകത്ത് കേരളത്തിന്റെ ഈ പശ്ചാത്തല സൗകര്യ പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തണം. കേന്ദ്രം അറിയിച്ചു, നിങ്ങൾ ബ്രാൻഡിംഗ് നിർവഹിച്ചില്ല. നിങ്ങൾ ബ്രാൻഡിംഗ് നിർവഹിക്കാത്തത് കൊണ്ട് നിങ്ങളെ ഇതിനകത്ത് ഉൾപ്പെടുത്തുമില്ല. എന്താ നിങ്ങളുടെ ബ്രാൻഡിംഗ്? അവര് പറയുന്നു, ഇപ്പോ ആരോഗ്യമന്ത്രി പറഞ്ഞില്ലേ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എല്ലാം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു, നന്നായി മുന്നോട്ട് പോകുന്നു. അവിടെ പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കണം, ബ്രാൻഡിംഗ്. അവിടെ നിങ്ങൾ പേര് മാറ്റണം, പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ പേര് മാറ്റണം, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണം. ആരാ പത്തനംതിട്ടയിൽ ഈ മണ്ഡലത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കെട്ടിടം നിർമ്മിക്കുന്നത് ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാ? സംസ്ഥാന ഫണ്ടാണ്. അവിടെ ഡോക്ടറെ നിയമിക്കുന്നത് ആരാ? അത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ആ ഡോക്ടർക്കും നേഴ്സിനും പാരാമെഡിക്കൽ സ്റ്റാഫിനും ശമ്പളം നൽകുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അവിടെ ആവശ്യമായ മറ്റ് റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ അത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. കേന്ദ്ര വിഹിതമായി 1 ലക്ഷമോ 2 ലക്ഷം 4 ലക്ഷം ഇങ്ങനെ പല രൂപത്തിൽ ചെറിയ വിഹിതം കേന്ദ്രത്തിൻ്റെതായി നൽകുന്നു. ആ വിഹിതം നൽകുന്നത് കൊണ്ട് പേര് മാറ്റണം. അവിടെ നിങ്ങൾ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന പേര് മാറ്റിക്കൊണ്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, മോഡി പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കണം. നിങ്ങൾ എല്ലാവരും പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ താലൂക്ക് ആശുപത്രി പോയിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ ജില്ലാ ആശുപത്രി പോയിട്ടുണ്ടാകുമല്ലോ, നിങ്ങൾ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലൊക്കെ പോയിട്ടുണ്ടാകുമല്ലോ. ചെല്ലുമ്പോ തന്നെ ഇവിടെ പ്രൈമറി ഹെൽത്ത് സെന്റർ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഒരു വലിയ ചിത്രം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, ഒരു മുഖ്യമന്ത്രിയുടെ ചിത്രം നമ്മൾ പ്രദർശിപ്പിക്കാറില്ല. കാരണം എന്താ?
പ്രൈമറി ഹെൽത്ത് സെന്റർ കെട്ടിപ്പിടിക്കുന്നത് ഞങ്ങൾ 21 പേരുടെ കയ്യിൽ നിന്നെടുത്ത പണമല്ല. പ്രൈമറി ഹെൽത്ത് സെന്ററിനും മറ്റ് സംവിധാനങ്ങൾക്കും ആവശ്യമായ പണം സർക്കാർ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പണം ചെലവഴിക്കുന്നത് ജനങ്ങളുടെ പണമാണ്. ജനങ്ങളുടെ പണം ശരിയായ രൂപത്തിൽ വിനിയോഗിക്കുന്നു. അത് ആരുടെയും ബ്രാൻഡിങ്ങിന് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് കേരളം പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഒരു ബ്രാൻഡിങ്ങിനും തയ്യാറല്ല. ലൈഫ് പദ്ധതി നമ്മൾ 3.5 ലക്ഷത്തിലധികം വീട് ലൈഫ് വഴി നൽകി. ഒരു വീടിന് 4 ലക്ഷം രൂപ നൽകുന്നു. ST വിഭാഗത്തിലാണെങ്കിൽ നമ്മൾ 6 ലക്ഷം രൂപ നൽകുന്നു. കേന്ദ്ര ഗവൺമെന്റ് ചുരുക്കം ഒരു ചെറിയ ശതമാനം വീടുകൾക്ക് 72,000 രൂപ നൽകുന്നു. പഞ്ചായത്തിൽ 72,000, മുനിസിപ്പാലിറ്റിയിൽ 1.5 ലക്ഷം രൂപ. പഞ്ചായത്തിൽ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 32,171 വീടുകൾക്കാണ് 72,000 രൂപ വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത്. നമ്മൾ 3,56,108 വീടുകൾക്ക് 4 ലക്ഷവും ST വീടുകൾക്ക് 6 ലക്ഷവും രൂപ വെച്ച് നൽകി. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 79,860 വീടുകൾക്ക് 1.5 ലക്ഷം രൂപ വെച്ച് കേന്ദ്രം നൽകി. നമ്മൾ അതിന്റെ ഇരട്ടിയിലധികം 4 ലക്ഷം വീടുകൾക്ക് 4 ലക്ഷം വെച്ച് നൽകി. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു, ആ വീടുകളുടെ മുൻപിൽ നിങ്ങൾ PMAY എഴുതണം, പ്രധാനമന്ത്രി മോഡിയുടെ ചിത്രം വയ്ക്കണം. ഏതെങ്കിലും ലൈഫ് വീടിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ലൈഫ് വീടിന്റെ മുൻപിൽ ലൈഫ് ഭവനം എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ലൈഫ് പദ്ധതി പ്രകാരം കിട്ടിയ വീടെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എഴുതി വയ്ക്കാൻ പാടില്ല എന്ന് സർക്കുലർ ഇറക്കി. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദാനമല്ല ആ വീട്, അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ജനിച്ചു വീണ ഓരോ മനുഷ്യനും ആ ഓരോ കുടുംബത്തിനും അടച്ചുറപ്പുള്ള സ്വന്തം വീടിനകത്ത് താമസിക്കാൻ അവകാശമുണ്ട് ആധുനിക സമൂഹത്തിൽ. അവ ആരുടെയും ഔദാര്യമല്ല. അതുകൊണ്ട് ഇതാ ദാനം കിട്ടിയ വീട് എന്ന് എഴുതി വയ്ക്കാൻ നിങ്ങൾ പറഞ്ഞാൽ ആത്മാഭിമാനമുള്ള മലയാളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഈ ഗവൺമെന്റ് പറയുന്നു, ഒരാളുടെയും പടവും പേരും വെച്ചുകൊണ്ട് മലയാളിയുടെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പൊ പറയാണ്, അമ്മ നിങ്ങൾക്ക് 1924 കോടിയില്ല. നമ്മൾ എന്നേ മാവേലി സ്റ്റോർ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ പടമുള്ള ഈ മരുന്ന് കട കാണാമല്ലോ, അവിടെ വലിയ പടം വെച്ചിട്ടുണ്ടല്ലോ. മാവേലി സ്റ്റോർ നായനാർ തുടങ്ങിയതില്ല ആ കാലഘട്ടത്തിൽ. നായനാരുടെ പടം ഉണ്ടായ മാവേലി സ്റ്റോറിൽ. വാമന സ്റ്റോർ തുടങ്ങാനെന്ന് ചിലർ നോക്കിയിരുന്നു, പിന്നെ പോട്ടെ. പിന്നെ മാവേലി സ്റ്റോറിൽ ഇപ്പോ മുഖ്യമന്ത്രിയുടെ പടമുണ്ടോ? അപ്പൊ അത്തരം ബ്രാൻഡിങ്ങുകൾ വഴി തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ അർഹമായത് നിഷേധിക്കുന്നു. കേരളത്തിന് വിവിധ തലങ്ങളിൽ ലഭിക്കേണ്ട 57,603 കോടി രൂപ നിഷേധിച്ചു. കേരളത്തിന് വിവിധ ഇനങ്ങളിൽ ചെലവഴിച്ചിട്ട് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം 5,352 കോടി രൂപ നിഷേധിച്ചു. ഒരു വർഷം 60,000-ലധികം കോടി രൂപ ഒറ്റയടിക്ക് ലഭിക്കേണ്ടത് ഇല്ലാതാകുമ്പോൾ എങ്ങനെ ഒരു സംസ്ഥാനം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കും? ഇപ്പോൾ ഈ സമ്മർദ്ദങ്ങളൊക്കെ വന്നപ്പോ നവകേരള സഭ ഉയർത്തുന്ന സമ്മർദ്ദങ്ങളുടെ ഭാഗമായി കടമെടുപ്പിനകത്ത് നിഷേധിച്ച ഒരു ഭാഗം നിങ്ങൾ ഇപ്പെടുത്തോളാൻ പറഞ്ഞു, 3,200 കോടി രൂപ. അപ്പൊ നവകേരള സഭയുടെ വിജയമാണ്. എന്നാൽ കാണണം, അത് നമ്മൾക്ക് ഈ വർഷം എടുക്കാനുള്ള പ്രത്യേക അനുമതിയല്ല. നേരത്തെ കിഫ്ബി കഴിഞ്ഞ വർഷം എടുത്ത 9,400 കോടി രൂപ, ആ 9,400 കോടി കേരളത്തിന്റെ കടമാക്കി മാറ്റി. ആ കടത്തെ 3ആയിട്ട് വിഭജിച്ചു. 3 വർഷത്തിൽ നിങ്ങളുടെ കടമെടുക്കാനുള്ള പരിധിയിൽ അത് വെട്ടിക്കുറച്ചു. ഒരു യുക്തിക്ക് നിരക്കാത്ത തീരുമാനം. ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ആദ്യം കേന്ദ്രം മറുപടി പറയേണ്ടി വരുന്നൊരു ഭാഗം ഇതായിരിക്കും: നിങ്ങൾ കടപരിധിയിൽ ഇതിനു മുൻപുള്ളതിനെല്ലാം എങ്ങനെയാണ് ചേർത്ത് വെച്ചത്? ആ ചോദ്യത്തിന് ഒരു മറുപടിയും ഉണ്ടാകില്ല എന്നതുകൂടി അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോ ഒരു ഭാഗം നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. ഇനിയും കേരളത്തിൽ ലഭിക്കേണ്ടത് ലഭിക്കണം. കേരളത്തിൽ അർഹമായത് നിങ്ങൾ നിഷേധിക്കുന്നു.
അതുകൊണ്ട് കേരളത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരേ നിലപാട് സ്വീകരിക്കണം. നവകേരള സദസ്സ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഇതാണ്. രാഷ്ട്രീയമാണോ? അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയത്തിന് അതിർവരമ്പുകൾക്കകത്ത് പരിമിതപ്പെടുന്ന രാഷ്ട്രീയമല്ല. ആ രാഷ്ട്രീയം കേരളത്തിന്റെ പൊതുവായ വികാരമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട മലയാളികളുടെയും വികാരമാണ്. ഒരു രാഷ്ട്രീയമില്ലാത്ത മലയാളികളും താല്പര്യമാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, പിറക്കാനിരിക്കുന്ന മലയാളികൾക്ക് കൂടി ആവശ്യമായിട്ടുള്ള മുദ്രാവാക്യമാണ്, നിലപാടുകളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ പ്രതിപക്ഷം എവിടെ നിൽക്കുന്നു? അവരിവരോടൊന്നും ചേർന്ന് നിൽക്കുന്നില്ല. അവരൊരു കേരള വിരുദ്ധ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു. ഇത് ഒരു കേരള മുന്നണിയാണ്. നവകേരള സദസ്സ് പ്രതിനിധാനം ചെയ്യുന്നത് കേരളം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കേരളം ലോകത്തിന്റെ മുൻപിൽ അഭിമാനകരമായി ശിരസുയർത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരു അറിവധിഷ്ഠിത സമ്പദ്ഘടനയായി കേരളം മാറണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾ ഇവിടെ തന്നെ തൊഴിലെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, അതിദരിദ്രരില്ലാത്ത നാടായി കേരളം മാറണമെന്ന് ആഗ്രഹിക്കുന്ന, എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീടുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, പാരിസ്ഥിതികമായ സന്തുലനാവസ്ഥകൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, നവകേരളത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും താല്പര്യങ്ങളെ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. അതിന്റെ ഭാഗമായി പ്രതിപക്ഷം കൂടി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ അവർ കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു. അതിനകത്തവർ ഗവർണറെ കൂട്ടുപിടിക്കുന്നു. പ്രതിപക്ഷ നേതാവും ഗവർണറും ചേരുന്ന ഒരു സംവിധാനം കേരളത്തിന് നിലപാട് സ്വീകരിക്കുന്നു. അത് തുറന്നു കാണിക്കാൻ ഈ സന്ദർഭങ്ങളെല്ലാം ഞങ്ങൾ വിനിയോഗിക്കുന്നത് ഞങ്ങളുടെ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയല്ല, ഈ നാടിന് വേണ്ടിയാണ്. ആ കാഴ്ചപ്പാടോടുകൂടി നമുക്കൊന്നിച്ച് മുന്നോട്ട് നീങ്ങാം, നവകേരളം കെട്ടിപ്പടുക്കാം. അതിന് സർക്കാരിനൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ട് എന്നറിയുന്നതിൽ, അണിചേരുന്നതിൽ ഞങ്ങൾക്കേറെ ആത്മവിശ്വാസവും അഭിമാനവും പകരുന്ന സംഗതിയാണ് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഗവൺമെന്റിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൂടി സംസാരിക്കും. മഹായോഗത്തിന്റെ അധ്യക്ഷ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അതിസമർത്ഥമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ആറന്മുള നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയങ്കരിയായ MLA കൂടിയായ ശ്രീമതി വീണ ജോർജ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സഹമന്ത്രിമാരെ, ഈ മഹാസമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ള പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമഭാവനയും സാമൂഹ്യനീതിയും പുലരുന്ന വികസിത നവകേരളം എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി കേരള സർക്കാരും കേരളീയ ജനതയും കൈകോർത്തു പിടിച്ച് മുന്നോട്ടു പോകുന്ന ഈ സന്ദർഭത്തിൽ സംസ്ഥാനത്തിൻ്റെ സർവതല സ്പർശിയായ വികസനം സാധ്യമാക്കുന്നതിനു വേണ്ടി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്ന നവകേരള സദസ്സുകൾ പിന്നിട്ട കേന്ദ്രങ്ങളിലെല്ലാം വൻപിച്ച ജനപങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പള്ളിയോടങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്നേഹപൂർണമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സർക്കാരിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്, നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ നാടിൻ്റെ സമഗ്ര വികസനവും ജനങ്ങളുടെ സാർവത്രികമായ ക്ഷേമവും മുൻനിർത്തി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ സാമാന്യേന വിശദമായി തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 21ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകം ഉയർത്തുന്ന വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ യുവജനതയുടെ
പ്രതിഭ എങ്ങനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ മനോഹരമായ ഒരു ചിത്രമാണ് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഈ സദസ്സിന് മുൻപാകെ അവതരിപ്പിച്ചത്. ഇന്ന് നോക്കൂ, നമ്മുടെ രാജ്യത്ത് ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മർമ്മപ്രധാന മേഖലകളിലും ഇന്ത്യയിലെ ഒന്നാമത് സംസ്ഥാനമായി തിളങ്ങി നിൽക്കുകയാണ് കേരളം എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ആരോഗ്യ മേഖല, പൊതുവിദ്യാഭ്യാസ മേഖല, നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികകളെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിച്ചാൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് നമ്മുടെ കൊച്ചു കേരളം മുന്നോട്ട് പോകുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ കേരളത്തിലാണുള്ളത്. രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുവിദ്യാലയങ്ങൾ കേരളത്തിലാണുള്ളത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ളത് നമ്മുടെ കേരളത്തിലാണ്. ലോകത്തിൽ കണ്ടിരിക്കേണ്ട 50 പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനുകൾ ന്യൂയോർക്ക് ടൈംസ് പരിശോധനയിലൂടെ കണ്ടെത്തിയപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം അതിൽ ഉൾപ്പെടുകയാണ്. ഏറ്റവും കൂടുതൽ പേർക്ക് സാമൂഹ്യ പെൻഷനുകൾ വിതരണം ചെയ്തുകൊണ്ട് വാർദ്ധക്യത്തിലും വൈധവ്യത്തിലുമെല്ലാം അശരണരായവരുടെ കൈപിടിക്കാൻ തയ്യാറായിട്ടുള്ളത് നമ്മുടെ കൊച്ചു കേരളമാണ്. മറക്കാറായിട്ടില്ല, 18 മാസം സാമൂഹ്യ പെൻഷൻ കുടിശ്ശിക വരുത്തി ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടൊഴിഞ്ഞ ശേഷം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 600 രൂപയിൽ നിന്ന് 1800 രൂപയായി പെൻഷൻ തുക വർദ്ധിപ്പിച്ചുകൊണ്ട് 62 ലക്ഷം പേർക്ക് ഈ സാമൂഹ്യ പെൻഷനുകൾ കൃത്യമായി എത്തിക്കൊടുത്തുകൊണ്ട് ദാരിദ്ര്യം എന്ന ആ പ്രതിഭാസത്തെ മറികടക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സാധാരണക്കാർക്ക് സാധ്യമാക്കിക്കൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഐക്യ കേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന മന്ത്രിസഭയുടെ കാലം മുതൽ നാം പിന്തുടരുന്ന സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമഗ്ര വികസനം എന്ന സങ്കല്പനം, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും തൊഴിൽ എന്നുള്ളതാണ് കാഴ്ചപ്പാട്. എല്ലാവർക്കും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന പരിപ്രേക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ കൂടെ തന്നെ സംസ്ഥാനത്തിൻ്റെ സമഗ്രമായ വികസനത്തിനുള്ള ബൃഹത് പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലപാട്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച ജീവിത നിലവാരമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയിരിക്കുകയാണ്. ഇനിയും ആ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള പരിശ്രമമാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മധ്യവരുമാന വികസിത രാജ്യങ്ങളിലേതിന് തുല്യമായ ജനജീവിത നിലവാരം കേരളീയർക്ക് ഉറപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ വിപുലീകരണം സാധ്യമാക്കുന്നതിനു വേണ്ടി ഏതേതെല്ലാം രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്താം എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്നത്. ബഹുമാന്യനായ ഇൻഡസ്ട്രീസ് വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവരവിസ്ഫോടനത്തിൻ്റെ കാലത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വൈജ്ഞാനികമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടവും അഭൂതപൂർവമായ നിലയിൽ കാണുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആ ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്തെ നേട്ടങ്ങളെയാകെ കേരളീയരുടെ ജീവിതത്തിലേക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള പരിശോധനയാണ് നടത്തുന്നത്. നമുക്കറിയാം, കേരളം വിദ്യാഭ്യാസ മേഖലയിൽ എക്കാലത്തും മുന്നോട്ട് കുതിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്കുള്ളത്, അല്ലേ? ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഇവിടെ നടപ്പാക്കിയത്. ഒരുപക്ഷെ അതിനു മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അങ്ങേയറ്റം അവഗണനകളാണ് ഗവൺമെൻറ് മേഖലയിലെ വിദ്യാലയങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നത്. ആ ഒരു
ശോചനീയ അവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്ലാഘനീയമായ ഇടപെടലുകളാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വിപുലീകരണവും അക്കാദമികമായ ഉള്ളടക്കം, അതിൻ്റെ ഗുണമേന്മ വർധനവും എല്ലാം സാധ്യമായപ്പോൾ ദേശത്തിനകത്തും പുറത്തുമുള്ള നിരവധി പുരസ്കാരങ്ങളാണ് ഈ കൊച്ചു കേരളത്തെ തേടിയെത്തിയത്. അതിൻ്റെ സ്വാഭാവിക തുടർച്ച എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സമഗ്ര പരിഷ്കരണം, അതിന് ഒന്നാമത് പരിഗണനയാണ് ഈ സർക്കാർ നൽകുന്നത്. പ്രതിഭാശാലികളായ നമ്മുടെ കുട്ടികളുടെ എല്ലാ കർമ്മശേഷിയും കൃത്യമായ വിധത്തിൽ കേരളീയ സമൂഹത്തിന് വിനിയോഗിക്കാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള ഇടപെടലുകളാണ് ഉന്നത വിദ്യാമേഖലയിൽ നടത്തുന്നത്. നമ്മുടെ കലാലയങ്ങളും സർവകലാശാലകളും ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളെ കേരളീയ ജനജീവിത നിലവാര വർധനവിനും കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ വിപുലീകരണത്തിനും പ്രയോജനപ്പെടുത്തണം എന്ന ആശയമാണ്. ഒരു നവ വൈജ്ഞാനിക സമൂഹമായി കേരളത്തെ വാർത്തെടുക്കണം എന്നുള്ള ആശയമാണ് നവകേരള സൃഷ്ടിയുടെ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ഗംഭീരമായ ആശയം എന്ന് സന്തോഷപൂർവ്വം സാഭിമാനം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ സദസ്സിൻ്റെ ഭാഗമായി നമ്മുടെ മുൻ സാമ്പത്തിക വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ TM തോമസ് ഐസക് ഇരിപ്പുണ്ട്. ഭാവനാശാലിയായ സാമ്പത്തിക വിദഗ്ധനായ ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളെ കുറിച്ച് ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള സംവേദനക്ഷമതയുള്ള ബഹുമാന്യനായ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കിഫ്ബി പദ്ധതിയുടെ സഹായത്തോടു കൂടി നാം മുന്നോട്ട് വച്ച ആ കാലയളവിൽ ഏറ്റെടുത്തിട്ടുള്ള വൈജ്ഞാനിക സമൂഹം എന്നുള്ള ആശയം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി നിരവധിയായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ കാലയളവിൽ ഏറ്റെടുത്തിട്ടുള്ളത്. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തിന്റെ അടിസ്ഥാന മേഖലകളായിട്ടുള്ള കൃഷി, വ്യവസായം, ആരോഗ്യം ഇത്യാദി മേഖലകളിലൊക്കെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കെൽപ്പുള്ളവരായിട്ട് നമ്മുടെ യുവാക്കളെ, വിദ്യാർത്ഥിനികളെ വാർത്തെടുക്കുന്ന പ്രക്രിയക്കാണ് ഇന്ന് വലിയ നിലയിൽ പ്രാധാന്യം നൽകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കലാലയങ്ങളിൽ നടന്നു വരുന്നത്. പുതിയ ലബോറട്ടറി കോംപ്ലക്സുകൾ, പുതിയ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ലൈബ്രറികൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അക്കാദമിക് കോംപ്ലക്സുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് കോംപ്ലക്സുകൾ എല്ലാം കിഫ്ബി പദ്ധതിയിലൂടെ നടപ്പാക്കി വരികയാണ്. നമുക്കറിയാം 87,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വിപുലീകരണമാണ് കിഫ്ബിയിലൂടെ സാക്ഷാത്കരിക്കാൻ കേരളത്തിനാകുന്നത്. അതിൽ 6,000 കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് വിന്യസിച്ചിട്ടുള്ളത്. തീർച്ചയായും അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് ആനുപാതികമായ രീതിയിൽ സമഗ്രമായ പരിഷ്കരണം ഉള്ളടക്കത്തിൻ്റെയും സമീപനത്തിൻ്റെയും കാര്യത്തിൽ ഉണ്ടാകണമെന്ന് കണ്ടുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കരിക്കുലം പരിഷ്കരണത്തിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് രൂപീകരിച്ച് നൽകുകയും ചെയ്തിട്ടുള്ളത്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വിടവ് നികത്താൻ കഴിയുമാറ് സ്കില്ലിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികളുടെ കർമ്മ വൈഭവം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സമീപനവും സമ്പ്രദായവുമാണ് നമ്മുടെ കലാലയങ്ങളിൽ കൊണ്ടുവരുന്നത്. നൂതനമായ ആശയങ്ങളുള്ളവരാണ് നമ്മുടെ യുവാക്കൾ. ഈ ആഗോളീകരണത്തിന്റെ കാലത്ത് യുവമസ്തിഷ്കങ്ങളിൽ വിരിയുന്ന ഏറ്റവും നൂതനമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സംരംഭകത്വ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നിലപാട്. KDISCന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കുട്ടികൾക്ക് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ പിന്തുണ നൽകുകയും അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അവരുടെ നൂതനമായ ആശയങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സാക്ഷാത്കരിക്കുകയും ചെയ്യുകയാണ്. ബഹുമാന്യനായ ഇൻഡസ്ട്രീസ് വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു, ഇപ്പോൾ നടന്നു കഴിഞ്ഞ രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവിൽ 2 യുവ സംരംഭകർ പുരസ്കാരങ്ങൾ നേടിയത് കേരളത്തിൽ നിന്നുള്ളവരാണ്. 2 പേരും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. AI ഗെയിം ചേഞ്ചേഴ്സ് മത്സരം
രാജ്യാന്തര മത്സരമായിരുന്നു. അവിടെയാണ് ശ്വാസകോശ ചികിത്സയ്ക്ക് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്താം എന്ന് കാണിച്ച പ്രശാന്ത് വാര്യർ, പട്ടാമ്പിയിൽ നിന്നുള്ള സംരംഭകൻ, 1ാം സ്ഥാനം നേടിയത്. 3ാം സ്ഥാനം നേടിയത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന സംരംഭം. ചലനരഹിതരായിട്ട് അരയ്ക്ക് കീഴ്പ്പെട്ട് തളർന്നു കിടക്കുന്നവർക്ക് ജീവിതത്തിലേക്ക് നടന്ന് തിരിച്ചു വരാൻ കഴിയുന്ന തെറാപ്പി സൗകര്യങ്ങളെല്ലാം ലഭ്യമാക്കുന്ന യന്ത്ര സംവിധാനത്തിനാണ് 3ാമത് പുരസ്കാരം കേരളത്തിലേക്ക് എത്തിയത്. കേരളത്തിലെ സംരംഭകരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ ശേഷിയും ക്ഷേമുഷിയും തെളിയിക്കുന്ന നിലയിൽ ഇന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ രാജ്യത്ത് തുടർച്ചയായി 3 തവണ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി. എന്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ? നൂതനമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവർക്ക് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ പിന്തുണാ സംവിധാനങ്ങളും ഉറപ്പാക്കിക്കൊണ്ട്, മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട്, സാമ്പത്തിക പിന്തുണകൾ നൽകിക്കൊണ്ട് ആ സംരംഭങ്ങളെ ഏറ്റെടുക്കുകയാണ്. ഒരാളൊരു സംരംഭം ആരംഭിച്ചാൽ, പ്രിയമുള്ളവരെ, അത് നിരവധി പേർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാക്കുകയാണ്. ഒരാൾ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ തൊഴിലന്വേഷകൻ എന്ന നിലയിൽ നിന്ന് തൊഴിൽദായകനായും തൊഴിൽ സൃഷ്ടാവായും എല്ലാം അയാൾ മാറുകയാണ്. അതിലൂടെ സമപ്രായക്കാർക്കും സഹപാഠികൾക്കും തൊഴിൽ നൽകാൻ കെൽപ്പുള്ളവരായിട്ട് അവർ മാറുകയാണ്. അപ്പോൾ വലിയ രീതിയിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന നിലപാടാണ് സർക്കാർ ഈ സന്ദർഭത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിവര വിസ്ഫോടനത്തിന്റെ യുഗത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി, നാനോ ടെക്നോളജി, ഈ മേഖലയിലൊക്കെ ഉണ്ടായി വരുന്ന മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയണം. അതല്ലെങ്കിൽ ബഹുദൂരം പിന്നിലേക്ക് നാം തള്ളപ്പെട്ടു പോകും. ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ള രാജ്യ ചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന പ്രധാനമന്ത്രിക്ക് പോലും മുഴുവനായും സമ്പൂർണമായും കേരളത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് സജ്ജമാക്കിയിട്ടുള്ള നമ്മുടെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കണ്ട് അന്താളിക്കേണ്ടി വന്നത്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല, ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഇനി തുടർന്ന് 4 റിസർച്ച് സയൻസ് പാർക്കുകൾ, ഇതെല്ലാം കേരളത്തിൽ നാം സാക്ഷാത്കരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കേരളീയ ജീവിതത്തിലേക്ക് പരാവർത്തനം ചെയ്യാൻ കഴിയുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ചുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ നൽകുന്ന പരിഗണനകളുടെ ഭാഗമായിട്ട് വലിയ നേട്ടങ്ങളാണ് നമ്മുടെ സർവകലാശാലകളും നമ്മുടെ കലാലയങ്ങളും ഈ കാലയളവിൽ കാഴ്ചവെച്ചു വരുന്നത്. കേരള സർവകലാശാലയ്ക്ക് നാക് അക്രഡിറ്റേഷനിൽ A++ ലഭിച്ചു. കാലിക്കറ്റ് സർവകലാശാല, കാലടി സർവകലാശാല, കൊച്ചിൻ യൂണിവേഴ്സിറ്റി A+ ലഭിച്ചു. 42 കലാലയങ്ങൾ NIRF റാങ്കിങ്ങിൽ ആദ്യ 200-ൽ 42 കലാലയങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ്. തീർച്ചയായും ഇത് സൂചിപ്പിക്കുന്നത് 21% ഏറ്റവും മികച്ച കലാലയങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ്. ഈ സംസ്ഥാനത്ത് തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ കേരളത്തിൽ തന്നെ അവരുടെ ദിഷണാപരമായിട്ടുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ നിലനിർത്തി മുന്നോട്ട് പോകുക എന്ന ആശയമാണ് നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ നാം ഏറ്റെടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള നിരവധി ടെക്നോ ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകൾ നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാകെ ആരംഭിക്കുകയാണ്. പുതുതലമുറ കോഴ്സുകളിൽ പരിശീലനം നൽകുകയാണ്. പ്രത്യേകിച്ച് സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ട വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുകയാണ്. നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് നിരവധി വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരികയും മുന്നോട്ട് പോകുകയും ചെയ്യുന്നത്. കണ്ണൂരിലെ പ്രഭാത സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച സങ്കീർത്തന ദിനേശ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവളുടെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകളിൽ ഈ സർക്കാരിനോടുള്ള നന്ദി ഉണ്ടായിരുന്നു. സങ്കീർത്തനയുടെ സ്വപ്നം ഒരു കമേഴ്സ്യൽ പൈലറ്റ് ആകണം എന്നുള്ളതായിരുന്നു.
അവരുടെ സാമ്പത്തിക സ്ഥിതിയുടെ സാഹചര്യത്തിൽ ഒരിക്കലും പൂവണിയാൻ കഴിയാതിരുന്ന ആ സ്വപ്നം അവൾ സാക്ഷാത്കരിച്ചത് പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഉന്നതി പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. വിങ്സ് എന്ന് പറയുന്ന പ്രത്യേക പരിപാടിയുടെ ഭാഗമായിട്ട് രാജീവ് ഗാന്ധി ഏവിയേഷൻ സെന്ററിൽ അവർക്ക് പഠിക്കാൻ സാധ്യത ലഭിക്കുകയും അങ്ങനെ കമേഴ്ഷ്യൽ പൈലറ്റായി ലൈസൻസ് സ്വീകരിക്കുകയും ചെയ്തു. ആഡഭാരി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥി, അവരും കമേഴ്ഷ്യൽ പൈലറ്റായി ലൈസൻസ് ലഭിക്കുന്നതിന് 24 ലക്ഷത്തോളം രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനസഹായമായി നൽകിയത്. നമ്മുടെ വിദ്യാധീരം പദ്ധതിയിലൂടെ നിരവധിയായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളാണ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകാൻ ഉള്ള സാധ്യതകളിലേക്ക് നടന്നു കയറുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളെ ആകെ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ കൊടുത്തുകൊണ്ട് സമൂഹത്തിന്റെ കേന്ദ്രത്തിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നാം ഏറ്റെടുക്കുന്നത്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിന് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള, അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ 140ഓളം സ്കിൽ കോഴ്സുകളാണ് ഈ സന്ദർഭത്തിൽ കുട്ടികൾക്ക് നൽകാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും അസാപ്പിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ സ്ഥാപിക്കുകയാണ്. 16 ഇപ്പോൾ അത് സ്ഥാപിച്ചു കഴിഞ്ഞു. എല്ലാ മണ്ഡലത്തിലും സ്കിൽ പാർക്കുകൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കുടുംബശ്രീ സഹോദരിമാർക്കും വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമെല്ലാം വിവിധ സ്കില്ലുകൾ നൽകിക്കൊണ്ട് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ വികസിപ്പിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഇൻഡസ്ട്രി അക്കാദമി ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒക്കെ നാം മുന്നോട്ട് പോകുകയാണ്. വീടിനകത്തിരുന്നും വീടിനടുത്തും വർക്ക് അറ്റ് ഹോം, വർക്ക് നിയർ ഹോം, ഈ കാഴ്ചപ്പാടുകൾ സാക്ഷാത്കരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബശ്രീ സഹോദരിമാർക്കടക്കം നവവൈജ്ഞാനിക തൊഴിലുകളിലേക്ക് കടന്നു വരാൻ കഴിയുന്ന രീതിയിലുള്ള പരിശീലനമാണ് കേരള നോളജ് ഇക്കോണമി മിഷന്റെ ആഭിമുഖ്യത്തിൽ തയ്യാറായി വരുന്നത്. എല്ലാ വിധത്തിലുള്ള പരിശീലനവും സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ഭിന്നശേഷി വിഭാഗക്കാർ, വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ കേരള നോളജ് ഇക്കോണമി മിഷന്റെ ആഭിമുഖ്യത്തിൽ കൊടുത്തു വരികയാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ പുതിയ തരത്തിലുള്ള വൈദഗ്ധ്യ പോഷണത്തിന്, നൈപുണ്യ വികസനത്തിനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുകയാണ്. വൈജ്ഞാനിക മേഖലകളിലേക്ക് ഇത്തരത്തിൽ പുതിയ യുവജനങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ അടിസ്ഥാന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സമൂഹത്തിലെ ഏറ്റവും ദയനീയനായ മനുഷ്യരെ ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അടിസ്ഥാന ജീവിതവുമായി ബന്ധപ്പെട്ട് ഭൂമി, വീട്, മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാം എല്ലാവർക്കും ഉറപ്പാക്കുന്ന ഒരു കേരളമാണ് നാം ലക്ഷ്യം വെക്കുന്നത്. പ്രിയമുള്ളവരെ, നാളിതുവരെ സ്വീകരിച്ചു വന്ന നയസമീപനങ്ങളുടെ ഭാഗമായിട്ട് ദരിദ്രരില്ലാത്ത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് നാം തയ്യാറാകുന്നത്. ഇന്ന് അതിദാരിദ്ര്യ സർവേ നടക്കുമ്പോൾ ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് നാം കാണുകയാണ്. 1% താഴെ 0.71% മാത്രമാണ് അതിദരിദ്രർ കേരള സംസ്ഥാനത്തുള്ളത്. ആ 64,000 കുടുംബങ്ങളെ സമ്പൂർണമായും ദാരിദ്ര്യ വിമുക്തമാക്കുന്നതിനു വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ 3.5 ലക്ഷം ഭവനരഹിതർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോഴേക്ക് ലൈഫിന്റെ ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ പേർക്കും വീട് ഉറപ്പാക്കാൻ കഴിയുന്നതോടുകൂടി ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം കൂടി നാം സാക്ഷാത്കരിക്കുകയാണ്. ഭൂമിയിൽ അവകാശമില്ലാതിരുന്ന മുഴുവൻ പേർക്കും ഭൂമിയിൽ അവകാശം ചാർത്തി കൊടുക്കുന്ന പട്ടയരേഖകൾ വിതരണം ചെയ്യുന്നതിന് പട്ടയ മിഷനും പട്ടയ അസംബ്ലിയും ഈ കാലത്ത് അതിസജീവമായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയാണ്. നവകേരളം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ. ഭൂമിയും വീടും എല്ലാവർക്കുമുള്ള, ദാരിദ്ര്യം അല്പം പോലും ഇല്ലാത്ത, മെച്ചപ്പെട്ട
ജീവിത നിലവാരം എല്ലാവർക്കും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു വികസിത നവകേരളം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനാണ് നാം കൈകോർത്ത് പിടിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മറ്റൊരു സാധ്യതാ മേഖലയാണ് ടൂറിസം മേഖല. ഏറ്റവും മനോഹരമായ ഭൂമിശാസ്ത്രം, ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രകൃതി, ഏറ്റവും സവിശേഷമായിട്ടുള്ള സംസ്കാരം, ഇതെല്ലാമുള്ള കേരളം ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടും കൂടി സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതോടുകൂടി ദേശത്തു നിന്ന് നമ്മുടെ രാജ്യത്തേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരാൻ അവസരങ്ങൾ തുറന്നിട്ടുകൊണ്ട് ടൂറിസത്തിന്റെ വ്യത്യസ്തങ്ങളായ സാധ്യതകൾ, പൈതൃക ടൂറിസം, ആറന്മുളയിൽ വലിയ സാധ്യതയുള്ള പിൽഗ്രിം ടൂറിസം, പൈതൃക ടൂറിസം, സാഹസിക ടൂറിസം, ഇതൊക്കെ തന്നെ പരീക്ഷിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ടൂറിസം മേഖലയിൽ നാം കാഴ്ചവെക്കുകയാണ്. ഇതൊക്കെയാണ് ഈ നൂറ്റാണ്ട് നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ ആവശ്യങ്ങൾ എന്ന് കണ്ടുകൊണ്ട് തന്നെ ഇതെല്ലാം നിർണയിച്ചുകൊണ്ട് നമ്മുടെ പശ്ചാത്തല സൗകര്യ വിപുലീകരണത്തിന് അഭൂതപൂർവമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാഷണൽ ഹൈവേ വികസനത്തിന് 5580 രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് നൽകി സാങ്കേതിക കുരുക്കുകളും സമര കോലാഹലങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ വികസനം സാധ്യമാക്കുകയും ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ എല്ലാ പൊതുനിരത്തുകളും TMNBC നിലവാരത്തിൽ ആധുനികവൽക്കരിച്ചുകൊണ്ടും ഒക്കെ തന്നെ വലിയ മുന്നേറ്റമാണ് നാം നടത്തുന്നത്. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, കിഫ്ബി പദ്ധതിയിലൂടെ 80,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അങ്ങനെ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും തിളക്കമാർന്ന അഭിമാനകരമായ ജീവിതം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം വളരുന്നത് കാണുമ്പോഴാണ് രാഷ്ട്രീയമായിട്ടുള്ള വൈരാഗ്യ ബുദ്ധിയോടുകൂടി നമ്മളെ തളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടിക്രമങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൂടി വിശദീകരിക്കാനാണ് നവകേരള സദസ്സുകൾ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്രം ഇതിനകം വെട്ടിക്കുറച്ചിട്ടുള്ളത് 57,400 കോടി രൂപയാണ്. GST നഷ്ടപരിഹാരം 12,000 കോടി, റവന്യൂ കമ്മി ഗ്രാന്റ് 6,400 കോടി, വായ്പ വെട്ടിക്കുറച്ചത് 19,000 കോടി, നികുതി വിഹിതം കുറച്ചത് 18,000 കോടി, കേന്ദ്ര സഹായം കുടിശ്ശിക 750 കോടി, UGC ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട്, ആരോഗ്യ ഗ്രാന്റുമായി ബന്ധപ്പെട്ട് 174 കോടി 76 ലക്ഷം, സാമൂഹ്യ പെൻഷൻ 579 കോടി 95 ലക്ഷം, മില്യൺ പ്ലസ് ജനസംഖ്യയിൽ കൂടുതൽ ഉള്ള സിറ്റികൾക്കുള്ള ഗ്രാന്റ് 51 കോടി 10 ലക്ഷം, നെല്ല് സംഭരണം 742 കോടി 63 ലക്ഷം. ഈ നിലയിൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതങ്ങൾ പിടിച്ചുവെക്കുകയും നികുതി വിഹിതം പോലും നമുക്ക് അർഹതപ്പെട്ടത് നൽകാതിരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വൈരനിര്യാതനപൂർണമായിട്ടുള്ള നിലപാടുകൾക്കെതിരെയുള്ള നമ്മുടെ പ്രതിരോധം കൂടി രൂപപ്പെടുത്തേണ്ട വേദികളായിട്ടാണ് ഈ നിറഞ്ഞ നവകേരള സദസ്സുകൾ നാം കാണുന്നത്. നമ്മൾ കണ്ടല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ബഹിഷ്കരണമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബഹിഷ്കരണാഹ്വാനം തള്ളി നിറഞ്ഞ സദസ്സുകളായിട്ട് നവകേരള സദസ്സുകൾ നടക്കുമ്പോൾ അസൂയ സഹിക്കവയ്യാതെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിക്കുന്നു, ഇത് ഗുണ്ടാ സദസ്സാണ്, അശ്ലീല സദസ്സാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നു. ബഹുമാന്യരായ വ്യക്തികൾ, വന്ധ്യവയോധികർ, ആബാലവൃദ്ധം ജനങ്ങളും പങ്കെടുക്കുന്ന സദസ്സിനെ നോക്കിയാണ് അശ്ലീല സദസ്സ് എന്ന് വിളിക്കുന്നത്. മുഖ്യമന്ത്രിയെ ഗുണ്ടയും ക്രിമിനലും എന്ന് വിളിക്കുന്ന മറ്റൊരാൾ കൂടി കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. അതാണ് നമ്മുടെ ഗവർണർ. വല്യേട്ടനും ചെറിയേട്ടനുമായിട്ട് ഗവർണറും പ്രതിപക്ഷ നേതാവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന സംഘപരിവാര പ്രതികാര ബുദ്ധിക്കെതിരായിട്ട് നമ്മുടെ പ്രതിരോധത്തിന്റെ മഹാപരിച ഉയർത്തിപ്പിടിക്കുന്ന വേദികൾ കൂടിയാണ് നമ്മുടെ ഈ സംവാദ സദസ്സുകൾ, നവകേരള സദസ്സുകൾ. അത് വിജയിപ്പിക്കുന്നതിനും ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിനും തയ്യാറായി ഇവിടെ എത്തിയ നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമായി മാറിയ സദസ്സിലേക്ക് ഒഴുകിയെത്തിയ
പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേരും മുമ്പ് ഒരാൾ കൂടി ഇവിടെ സംസാരിക്കാനുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹപൂർണമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ആദരണീയനായ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ, അദ്ദേഹം പത്തനംതിട്ടയുടെ ഓരോ സൂക്ഷ്മാംശവും അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു.
ബഹുമാന്യനായിട്ടുള്ള പി പ്രസാദ് മിനിസ്റ്റർ സംസാരിക്കുന്നു. ആദരണീയായ അധ്യക്ഷ, കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി, ആറന്മുളയുടെ പ്രിയങ്കരിയായ MLA ശ്രീമതി വീണ ജോർജ്, നവകേരള സദസ്സിൻ്റെ നായകൻ, നവകേരള ജാഥയുടെ ക്യാപ്റ്റൻ, ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകർ, വേദിയിലും സദസ്സിലുമെല്ലാമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, മുഖ്യമന്ത്രി വന്നെത്തിയതിന് ശേഷം ഒരു പ്രസംഗം ഇല്ല എന്നെനിക്കറിയാം. അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം 2 വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നവകേരള സദസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ജനാധിപത്യത്തിൻ്റെ ഒരു പുതിയ രീതിയാണ്. ഈ ഇന്ത്യയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ രീതി. ജനാധിപത്യത്തിൽ ജനം എന്ന് പറഞ്ഞാൽ കേവലം വോട്ടവകാശം രേഖപ്പെടുത്താൻ മാത്രം വിധിക്കപ്പെട്ട ആളുകൾ ആണ് എന്ന് കണക്ക് കൂട്ടിയിരിക്കുന്നിടത്ത് നിന്നും ജനത്തിന് ഇടപെടാൻ അവസരമുണ്ട് എന്ന്, നിർദ്ദേശങ്ങൾ നൽകാൻ അവസരമുണ്ട് എന്ന്, അത് കേൾക്കാൻ ഒരു ഭരണകൂടമുണ്ട് എന്ന്, ജനതയുടെ അടുത്തേക്ക് എത്തുന്ന, ജനതയ്ക്ക് തൊട്ടും അറിഞ്ഞും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ ഭരണകൂടം ഇതാ ഈ ലോകത്ത് കേരളത്തിലുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒന്നാണ് നവകേരള സദസ് എന്നുള്ളത്. എല്ലാ ഇടങ്ങളിലെയും അനുഭവമാണ്. സ്വന്തം ഭരണകൂടത്തെ ജനം തൊട്ടറിയുന്ന അത്യപൂർവമായ ഒരു നിമിഷത്തിനാണ് നവകേരള സദസ് സാക്ഷ്യം വഹിക്കുന്നത്. ഈ നവകേരള സദസ്സിനെയാണ് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞത്. രാവിലെ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന അവസരത്തിൽ പത്തനംതിട്ടയിലെ പ്രിയങ്കരായ പരിചയക്കാരായ പത്രപ്രവർത്തകർ ചോദിച്ചു, ഈ സദസ്സ് നിറയുമോ എന്ന് ചോദിച്ചു. ഒട്ടും ശങ്കയില്ലാതെ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ പന്തൽ നിറഞ്ഞു കവിയും എന്ന് പറഞ്ഞു. ആ നിറഞ്ഞു കവിയുന്ന സദസ്സാണ് ഇവിടെ ഉള്ളതെല്ലാം. നമുക്ക് മുമ്പൊരിക്കലും പത്തനംതിട്ടയിൽ ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു സദസ്സ് ഇവിടെ സംബന്ധിക്കുന്നു. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഒരു നാടിൻ്റെ ഭരണകൂടത്തെ തൊട്ടറിയാൻ ഒരു ജനതയ്ക്ക് അവസരം ലഭിക്കുമ്പോൾ ആ ജനത ആ അവസരത്തെ വിനിയോഗിക്കുക തന്നെ ചെയ്യും. ഇതിനെയാണ് ബഹിഷ്കരിക്കണം എന്നൊരു പ്രതിപക്ഷം പറഞ്ഞത്. ആ ബഹിഷ്കരണ ആഹ്വാനത്തെ പത്തനംതിട്ടക്കാർ അല്പം പോലും സ്വീകരിക്കുന്നില്ല എന്നും ഈ സദസ്സ് സാക്ഷ്യം പറയുന്നുണ്ട്. ബഹിഷ്കരിക്കാൻ പറഞ്ഞവരെ തിരസ്കരിക്കുന്നു എന്നുള്ളതാണ് പത്തനംതിട്ട നൽകുന്ന ഈ നവകേരള സദസ്സിലൂടെ നൽകുന്ന പാഠം. നവകേരള സദസ്സിനെ നവകേരള ജനസാഗരമാക്കി തീർത്ത ആറന്മുള മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ വന്നിരിക്കുന്നവരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യട്ടെ. കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവ്, KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് നവകേരള സദസ്സിന് ആളില്ലാത്തതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കുള്ളത് എന്നും, മാധ്യമങ്ങളിൽ പോലും അദ്ദേഹം ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നില്ലേ എന്നുള്ള അത്ഭുതമാണ്. അദ്ദേഹം പറയുന്നത് നവകേരള സദസ്സിന് ആളില്ലാത്തതിൻ്റെ ജാള്യതയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശാരീരിക ചികിത്സയ്ക്ക് അദ്ദേഹം പോയത് മോൻസൺ മാവുങ്കലിൻ്റെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചികിത്സയ്ക്കൊക്കെ അദ്ദേഹം സ്വീകരിക്കുന്നത് കനകോലുവിനെയും ആണ്. മോൻസൺ മാവുങ്കലും കനകോലും ഒക്കെ ചികിത്സിക്കുന്ന ആൾക്കാർ അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. പക്ഷെ ഒരു നാട് നവകേരള സദസ്സിനെ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ കേൾക്കാനിരിക്കുന്നത് ഈ മഴയത്തും, വലിയ മഴയാണ് നേരത്തെ ഇവിടെ നമ്മൾ യോഗം തുടങ്ങുമ്പോൾ ഉണ്ടായത്. ആ പെരുമഴയെയും അവഗണിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഇവിടെ ഇരുന്നത്, കുടകളും പിടിച്ച് ഇവിടെ കാത്തു നിന്നത്, അവിടെയെല്ലാം കയറി മഴ നനയാതൊക്കെ നിന്നത്, അല്പം നനഞ്ഞെങ്കിലും ഇവിടെ തന്നെ നിന്നത് ഒരാളിൻ്റെ വാക്ക് കേൾക്കാനാണ്, ഒരാളിൻ്റെ വാചകം കേൾക്കാനാണ്. ആ ആൾ വേറെ ആരുമല്ല, കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. 2018 പ്രളയം പത്തനംതിട്ടക്കാർക്ക്, ആറന്മുളക്കാർക്ക് മറക്കാൻ കഴിയുന്നതല്ല. വീടുകളെയെല്ലാം 2 നില വീടുകളെയും മുക്കിക്കൊണ്ട് പ്രളയം താണ്ഡവ നൃത്തം ചവിട്ടിയതാണ്. ഈ സ്റ്റേഡിയം നിൽക്കുന്നിടത്തെല്ലാം ഇങ്ങനെ കെട്ടിടങ്ങളുണ്ടോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു. അത്രമേൽ വെള്ളം എല്ലായിടത്തെയും മൂടിയതായിരുന്നു. വെള്ളം എവിടെയെല്ലാം കടന്നു എന്നുവെന്ന് നമ്മൾ കണ്ടതാണ്. വല്ലാത്ത പ്രതിസന്ധിയുടെ നാളുകളായിരുന്നു അതെല്ലാം. കേരളം തകർന്നു പോയതായിരുന്നു ആ ദിനങ്ങളിൽ. ആ പ്രളയമുണ്ടാക്കിയ ബുദ്ധിമുട്ട് ചെറുതായിരുന്നില്ല. കാരിരുമ്പിന്റെ കരുത്തോടെ പ്രളയം തകർത്ത കേരളത്തെ പുനഃസൃഷ്ടിച്ച ഒരാളിന്റെ പേര് പറയാൻ കഴിയുമെങ്കിൽ ആ ആളിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു നാടപ്പാടെ ഒഴുകി വന്ന് ഈ സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 2019 പ്രകൃതി ദുരന്തവും നാം മറന്നിട്ടില്ല. കോവിഡിന്റെ കാലഘട്ടവും നാം മറന്നിട്ടില്ല. ലോകത്തെവിടെയുമുള്ള മലയാളി പറഞ്ഞു, സുരക്ഷിതമായൊരിടം കോവിഡിന്റെ കാലത്തുണ്ട് എങ്കിൽ അത് ഈ കേരളമാണ് എന്ന് പറഞ്ഞതിന്റെ കാരണം ഈ കേരളത്തെ അത്രമേൽ താല്പര്യപൂർവ്വം
കേരളത്തിൻ്റെ ഓരോ മനുഷ്യനെ മാത്രമല്ല, ഈ നാടിൻ്റെ മുഴുവൻ ജീവജാലങ്ങളെ കുറിച്ച് പോലും ഗൗരവപൂർണമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു ഭരണകൂടത്തെ ലോകത്ത് വേറെ എവിടെയും കണ്ടില്ല. കണ്ട ഭരണകൂടത്തിന്റെ പേര് പിണറായി വിജയൻ സർക്കാരാണ് എന്നുള്ളതിന്റെ പേരിലാണ് ഈ ജനസഞ്ചയം ആർത്തലച്ചിവിടേക്ക് എത്തിയിരിക്കുന്നത്. ആ മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാൻ കേരളം കാതുകൂർപ്പിക്കുന്നുണ്ട്. ആ നിലപാടിന് വേണ്ടി കേരളം കാത്തിരിക്കുന്നുണ്ട്. അതാണ് നവകേരള സദസ്സിന്റെ ഓരോ ഇടങ്ങളിലും കാണുന്നത്. ഇനി മുഖ്യമന്ത്രി പറയുന്നതാണ് നമുക്കെല്ലാം കേൾക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അത് കേൾക്കാനും അതറിയാനും മനസ്സിലാക്കാനും വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി പത്തനംതിട്ടയുമായി പതിറ്റാണ്ടുകളുടെ ബന്ധമുള്ള ഒരാളെന്നുള്ള നിലത്തിൽ ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ്. ആദരണീയനായ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന മന്ത്രിസഭ ഒന്നടങ്കം നമ്മുടെ മണ്ണിലേക്ക്, ആറന്മുളയുടെ മണ്ണിലേക്ക്, പത്തനംതിട്ടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മന്ത്രിസഭയെ നമുക്ക് ഒരുമിച്ച് ആറന്മുള സ്വാഗതം ചെയ്യുകയാണ്. റോഡില്ല, വീടില്ല, നല്ല ആശുപത്രിയില്ല, നല്ല സ്കൂളില്ല തുടങ്ങി നിരാശകളുടെ പടുകുഴിയിലായിരുന്ന നമ്മുടെ നാടിനെ, നമ്മുടെ ഈ പ്രദേശങ്ങളെ സുസ്ഥിര വികസനത്തിൻ്റെ, അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ, കരുതലിൻ്റെ മാർഗങ്ങളിലൂടെ നയിച്ചുകൊണ്ട് നവകേരള സൃഷ്ടിയിലേക്ക് നയിക്കുന്ന കേരളത്തിൻ്റെ കരുത്തുറ്റ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. തീവ്രമഴയിലും വെള്ളപ്പൊക്കത്തിലും മഹാമാരിയിലും കേരളത്തെ നെഞ്ചോട് ചേർത്തു പിടിച്ച് സംരക്ഷിച്ച ജനനായകൻ അഭിമാനത്തോടെ ആ വാക്കുകൾ ആവർത്തിക്കുകയാണ്. ഈ കപ്പൽ ആടിയുലയുകയില്ല. നവകേരളത്തിന്റെ തീരത്തിൽ ഈ കപ്പൽ നങ്കൂരമിടും. കാരണം ഇതിലൊരു കപ്പിത്താനുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ മണ്ണിലേക്ക്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ ചേർത്തുപിടിക്കലിന്റെ അതിജീവനത്തിന്റെ പാതയിലുള്ള വിദ്യയാണ്. ഭർത്താവിന്റെ അതിക്രൂരമായ ആക്രമണത്തിൽ ഇടതുകരം രണ്ടായി വേർപെട്ടു പോയ വിദ്യയെ ജീവിതത്തിലേക്ക് ആ കൈകളോടെ തിരിച്ചെത്തിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ സങ്കീർണമായ ശസ്ത്രക്രിയകളിലൂടെയാണ്. ബഹുമാന്യരായിട്ടുള്ള മന്ത്രിമാരെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ സരസകവി പോലൂരിന്റെ കൃതിയും ഈ നാടിന്റെ, ഈ മണ്ണിന്റെ പുത്രൻ കൂടിയായ ശ്രീ ബെന്യാമിന്റെ പുസ്തകവും ശ്രീമതി സുജാത കെപിള്ളയുടെ പുസ്തകവും ആറന്മുള കണ്ണാടിയുമാണ് നൽകുന്നത്. ആദരണീയനായ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ, അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യാം. ഈ സ്റ്റേഡിയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ടെൻഡറിലാണ് ഉള്ളത്. ടെൻഡർ നടപടികൾ പൂർത്തിയാവുകയാണ്. സ്പോർട്സ് താരങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മന്ത്രിസഭയെ സ്വാഗതം ചെയ്യുന്നത്. ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന ജലവിഭവ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി, ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു, ബഹുമാന്യനായ തുറമുഖം, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ഏവർകോവിൽ, ബഹുമാന്യനായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ ക്ഷേമം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ, ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, സംസ്ഥാന നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ്, സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി, സംസ്ഥാന സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ, സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി എ മുഹമ്മദ് റിയാസ്, സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ്, പൊതുവിതരണ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു,
സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ. ഈ അവസരത്തിൽ നാം ഏവരും കാതോർക്കുന്നത് കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വാക്കുകളിലേക്കാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സഹോദരി മായി കാലാവസ്ഥ തന്നെ ഇത് കേരളത്തിലെ കഴിഞ്ഞ വേദികളിൽ ഞാൻ 29 ദിവസവും 30ാമത്തെ ദിവസമാണ്. 30 ദിവസം നിങ്ങൾ കാണുന്ന ചിത്രത്തിന്റെ ഭാഗം തന്നെ ഓരോ വേദിയിലും ആളുകൾ നിറഞ്ഞു കവിയുകയും അതത് മണ്ഡലത്തിലെ ഉണ്ടാവുന്നതിൽ ഏറ്റവും വലിയ ഗ്രൗണ്ടാണ് വെടിയൊരു നല്ല സൗകര്യപ്രദമായ രീതിയിൽ പന്തലും ഒരുക്കുന്നുണ്ട്. പക്ഷേ കാണുന്ന അനുഭവം പന്തല് നിറഞ്ഞ് ഗ്രൗണ്ട് നിറഞ്ഞ് പിന്നെ ഗ്രൗണ്ടിന് പുറത്ത് വഴികളിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇത് കേരളം നെഞ്ചേറ്റിയ ഒരു പരിപാടിയാണ് എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ നാട് പുറകോട്ടാകാൻ പാടില്ല. കാലാനുസൃതമായ പുരോഗതി നമുക്ക് നേടാനാവണം. ഇതാണ് ഇത്തരമൊരു വികാരമാണ് ഈ പരിപാടിയുടെ ഭാഗമാകാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ഈ ഗ്രൗണ്ടിലെത്തുന്നവർ മാത്രമല്ല ഉള്ളൂ. അത് ഈ പരിപാടിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഓരോ പ്രദേശത്തും വലിയ തോതിലാണ് ആളുകൾ കൂട്ടം കൂടി നിന്ന് യാത്രയെ വരവേൽക്കുന്നത്. ഇന്നലെ ഞങ്ങൾ രാത്രിയാണ് തിരുവല്ലയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വന്നത്. തിരുവല്ലയിൽ നിന്ന് പത്തനംതിട്ട വരെയുള്ള റോഡിലാകെ ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞു നിന്നു. അവര് വിവിധ രീതിയിൽ യാത്രയെ സ്വീകരിക്കുന്നതാണ് കണ്ടത്. അതിൽ രാത്രിയായിട്ടും എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ
മുതിർന്നവരായവർ വരെ പ്രായവ്യത്യാസമില്ലാതെ മറ്റൊരു ഭേദചിന്തയുമില്ലാതെ ഇതിൻ്റെ ഭാഗമായി മാറുകയാണ്. കാലത്ത് പ്രഭാത സദസ്സിൽ ഇതിൻ്റെ തന്നെ മറ്റൊരാവർത്തനം കാണുകയാണ്. അപ്പോൾ ഈ പരിപാടിയിൽ എല്ലാ തലങ്ങളിലുമുള്ളവരാണ് പങ്കെടുത്തിട്ടുള്ളത്, എല്ലാ മേഖലയിലുമുള്ളവരാണ് പങ്കെടുത്തിട്ടുള്ളത്. വ്യത്യസ്ത അഭിപ്രായമുള്ളവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ എല്ലാവർക്കും യോജിപ്പ്, അതാണ് ഇത് എത്തിക്കുന്നത്. നമ്മുടെ നാട് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകുന്നതിനെ തടസ്സപ്പെടുന്നത് അനുവദിക്കാൻ പറ്റില്ല. ആ കാര്യത്തിൽ ഒരേ അഭിപ്രായം. പ്രഭാത സദസ്സിൽ ധാരാളം ആളുകളില്ല, പക്ഷേ എത്തിയ ചിലര് പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുന്നവരായിരുന്നു. കാരണം പ്രഭാത സദസ്സിൽ പങ്കെടുത്ത ചിലർക്കെതിരെ കോൺഗ്രസ് പാർട്ടി നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. നടപടിയെടുക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും തൃശ്ശൂരിൽ ഒരാള് ഈ പ്രഭാത സദസ്സിലേക്ക് നടന്നു വരികയാണ്. കുറച്ച് ശാരീരിക അസ്വസ്ഥ അദ്ദേഹത്തിനുണ്ട്. അപ്പം അദ്ദേഹം ഇരുന്ന സ്ഥലത്തുനിന്ന് കൈപിടിച്ച് പറയുകയാണ്, ഞാനിങ്ങോട്ട് വന്നു, നടപടി ഉണ്ടാകുമെന്ന് അറിയില്ല, ഉണ്ടെങ്കിലും ഉണ്ടാകട്ടെ. ഇപ്പം എന്താ പ്രശ്നം നോക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പ്രധാനിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പലരുമാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് എ വി ഗോപിനാഥ്, പാലക്കാട്. അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്ത് ചോദിച്ചൊരു ചോദ്യം, എന്തിനാണിത് ബഹിഷ്കരിച്ചത്? മന്ത്രിസഭയാകെ ഇവിടെ എത്തുകയല്ലേ? പാലക്കാട് MLA UDF കോൺഗ്രസ്സാ. അപ്പോൾ ഗോപിനാഥിൻ്റെ ചോദ്യം, ഈ മന്ത്രിസഭയാകെ ഇവിടെ എത്തുമ്പോൾ MLA ഇവിടെ വേണ്ടിയിരുന്നില്ലേ? എനിക്ക് ഈ ബഹിഷ്കരണം മനസ്സിലായിട്ടില്ല എന്തിനാണെന്ന് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. ആ മനസ്സിലാകായ്മ ഗോപിനാഥിന് മാത്രമല്ല, പല ജില്ലകളിലും അറിയപ്പെടുന്ന പല കോൺഗ്രസ്സുകാർക്കും ആ മനസ്സിലാകായ്മയുണ്ടായി. അവരെല്ലാം ഇതിൻ്റെ ഭാഗമായി മാറാനും തയ്യാറായി. ഇത് തന്നെയാണ് ഇവിടെയും കണ്ട കാഴ്ച. വളരെ ശ്രദ്ധിക്കപ്പെടുന്നതും അറിയപ്പെടുന്നതുമായ രണ്ടുപേര് ഈ പരിപാടിയിൽ രാവിലെ ഉണ്ടായി. അപ്പം അവരോട് ഞാൻ ചോദിച്ചു, എല്ലാം തീരുമാനിച്ചിട്ട് തന്നെയാണോ? തീരുമാനിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അതായത് ഈ പരിപാടിയിൽ എത്തേണ്ടത് ഒരു ആവശ്യകതയാണ് എന്ന്
അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് നേരിടാൻ സന്നദ്ധമാണ് എന്നർത്ഥം. അതുതന്നെ അവിടെ സംസാരിക്കുകയും ചെയ്തു. പ്രഭാത സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ കാര്യമാത്ര പ്രസക്തമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. നാടിൻ്റെ പ്രശ്നം മന്ത്രിസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള അവസരമെന്ന നിലക്കാണ് ആ പ്രഭാത സദസ്സിനെ അവരുപയോഗിച്ചത്. ഇതാണ് ഇതിനോടുള്ള നാടിൻ്റെ പ്രതികരണം. ഇവിടെ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. എന്തിനാണ് ഈ പരിപാടി ബഹിഷ്കരിച്ചത് എന്നതാണ്. ബഹിഷ്കരിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണ്ടേ? ഈ പരിപാടിയിൽ ഉന്നയിക്കുന്ന ഏത് പ്രശ്നത്തോടാണ് കോൺഗ്രസിന് വിയോജിപ്പുള്ളത്? ഇവിടെ പ്രതിപക്ഷ നേതാവാണ് ബഹിഷ്കരണം പ്രഖ്യാപിച്ചത്. നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് ഞങ്ങൾ കണ്ടത് എല്ലാവരും കൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ല. നാടിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം കൂടി നാടിൻ്റെ പ്രശ്നം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ കണ്ടത്. ആ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തത്. ഇപ്പം ഞങ്ങൾ പറവൂര്, അതാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം, അവിടെ എത്തി. അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ പറവൂരിനെ കുറിച്ച് ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഈ നവകേരള സദസ്സിനെ അങ്ങേയറ്റം കാണിക്കാൻ ശ്രമം നടന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഒരേ തരത്തിലാണ്. അതെവിടെയും ഒരേ രൂപത്തിലാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അതിൽ നിന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ പറവൂരും വ്യത്യസ്തമായിരിക്കില്ല എന്ന ധാരണയിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പറവൂരിലേക്ക് വരികയാണല്ലോ, പറവൂരിൽ കാണാം എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് പറവൂരിലെ എല്ലാ ജനങ്ങളും ഏറ്റെടുത്തു. ഞങ്ങളൊന്നും ഈ പരിപാടികൾ കാണാത്തവരല്ലല്ലോ, ജനാവലിയെയും കാണാത്തവരല്ല. പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ, പറവൂർക്കാരുടെ അനുഭവത്തിൽ, പറവൂരിലെ ഏറ്റവും വലിയ ജനസഞ്ചയമായിരുന്നു നവകേരള സദസ്സിന് വേണ്ടി അവിടെ കൂടിയത്. വൻപിച്ച കൂട്ടായ്മയായിരുന്നു. അതിനെ എങ്ങനെയാണ് അദ്ദേഹം കണ്ടത്? സ്വന്തം നാട്ടിലുണ്ടായ പ്രശ്നങ്ങൾ, സ്വന്തം നാട്ടുകാരുടെ പ്രതികരണം, ആ പ്രതികരണത്തെ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് അദ്ദേഹം പുറപ്പെട്ടത്. അവിടെ
ഇതുപോലെ രാവിലെയല്ല ഞങ്ങൾ എത്തുന്നത്, രാത്രിയാണ്. ഇപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം ഉണ്ട്. ഏറെക്കുറെ കടകളൊക്കെ ചെറുതൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം കണ്ടെത്തിയ ന്യായം, ഈ കടകള് ലൈറ്റൊക്കെ ഇട്ടത് അത് GST വകുപ്പുകാർ കടയിൽ കയറി ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്. സ്വന്തം നാട്ടിലുള്ള ആളുകൾക്കറിയാലോ എങ്ങനെയാണ് ഇത് നടന്നത്. അവർ സ്വയമേവ ചെയ്യുന്ന കാര്യത്തിന് അവരെ അടക്കം തെറ്റായി ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത്. പിന്നെ പറഞ്ഞു ആളുകളെ ഭീഷണിപ്പെടുത്തി സദസ്സിലേക്ക് എത്തിച്ചു. എല്ലാ സദസ്സിലും കാണുന്ന കാഴ്ചയാണിത്. വരവൂർ മാത്രമായിട്ട് കണ്ടൊരു കാഴ്ചയല്ല, എല്ലാ സ്ഥലത്തും ഇതാണ് കാഴ്ച. ആരെ ഭീഷണിപ്പെടുത്തിയെന്നാണ്. ഇപ്പൊ ഇവിടെ പങ്കെടുത്ത ജനസഹസ്രങ്ങൾ ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയിട്ടാണോ? 11 മണിയുടെ പരിപാടിക്ക് മഴയായിട്ട് 3 മണിക്കൂർ 4 മണിക്കൂർ മുൻപൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരികയല്ലേ. വന്ന കൂട്ടർക്ക് ഗുണം കിട്ടി. കാരണം ഇന്ന് മഴയായതുകൊണ്ട് ഈ പന്തലിൽ തന്നെ ഇരിക്കാമല്ലോ. അല്ലെങ്കിൽ പുറത്ത് നല്ലോണം നിൽക്കാം, പക്ഷേ അത് പറ്റൂല ഇന്ന് മഴയായതുകൊണ്ട്. എന്നാലും കുറേ പേര് ഉള്ള സൗകര്യം ഉപയോഗിച്ച് നിൽക്കുന്നുണ്ട്. ഇത് ചിലയിടത്ത് ആളുകൾ അവരോട് ചോദിക്കുകയാണ്, 3-4 മണിക്കൂർ ആളെത്തിയപ്പോൾ, അതോ 1-2 ആളല്ല, ആയിരങ്ങളാണ് വരുന്നത്. അവരോട് സംഘാടകർ, അല്ല നിങ്ങളെന്താ ഇത്ര നേരത്തെ തന്നെ വന്നത്? ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇതിനായി മാറ്റി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇന്നിങ്ങ് നേരത്തേക്ക് പോകുന്നു എന്നാണ് അവരുടെ മറുപടി. ഇതൊരു സ്വയമേവ ബോധ്യത്തിന്റെ ഭാഗമായി വരുന്നതല്ലേ. ആ ജനങ്ങളെയല്ലേ പരിഹസിക്കുന്നത്, ആ ജനങ്ങളെയല്ലേ ആക്ഷേപിക്കുന്നത്. ആ നില സ്വീകരിക്കാൻ പാടുണ്ടോ? ഇവിടെ ഏതെല്ലാം തരത്തിലാണ് ഈ നവകേരള സദസ്സിനെ ആക്ഷേപിക്കാൻ പുറപ്പെടുന്നത്. ഇതേവരെ ഒരു കാര്യം വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഞങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താണ് ഇത് 2 കൂട്ടരും ഒന്നിച്ചിറങ്ങാത്തത്. കാരണം ഇതേവരെ കേരളത്തിലുണ്ടായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കോൺഗ്രസ് BJP ബന്ധം കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോ BJPക്ക് വേണ്ടി കോൺഗ്രസ് വലിയ തോതിൽ നിലപാടെടുക്കുന്നുണ്ടെങ്കിലും BJPക്കാര് പരസ്യമായി അങ്ങനെ പ്രക്ഷോഭത്തിലേക്കൊന്നും വന്നതായിട്ട് കണ്ടിരുന്നില്ല. ഞങ്ങള് യാത്ര ചെയ്യുന്ന ഘട്ടത്തിലും അത്തരത്തിലുള്ള വാർത്തകൾ അധികം കേട്ടിരുന്നില്ല. ഇന്നലെ വന്നല്ലോ. ഇത് നല്ല മാനസിക പൊരുത്തത്തോടെയാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ വന്നത്. ഇന്നലെ ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് ഇറങ്ങുന്നു, മറ്റൊരു ഭാഗത്ത് യുവമോർച്ച ഇറങ്ങുന്നു. തിരുവനന്തപുരത്തെ വാർത്ത അതല്ലേ. BJP ഇറങ്ങുന്നത് മനസ്സിലാക്കാം നമുക്ക്. കാരണം ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാടിനെ പുറകോട്ടടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന കാര്യങ്ങളാണല്ലോ. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന നിലയാണ് എടുക്കുന്നത്. ആ നില കേരളം മുന്നോട്ട് പോകരുത് എന്ന ഉദ്ദേശത്തോടെയാണ്. എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് കാണട്ടെ എന്നാണ്. അതിനാണ് കേന്ദ്രം വിവിധ മേഖലയിൽ കേരളത്തെ അവഗണിക്കുന്നതും കേരളത്തോട് വിവേചനം കാട്ടുന്നതും. വിവിധ മേഖലകളുണ്ട്. അതിലൊന്ന് നമ്മുടെ സംസ്ഥാനത്തിന്
അർഹതപ്പെട്ട നികുതി വിഹിതം തോന്നുംപടി കുറക്കലാണ്. മറ്റൊന്ന് റവന്യൂ കമ്മി ഗ്രാന്റ് നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ് വലിയ തോതിൽ കുറവ് വരുത്തിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവിട്ട പണം, കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന പണം, പക്ഷെ അത് ആദ്യം സംസ്ഥാന ഗവൺമെൻറ് ചെലവിടുകയാണ്. ആ ചെലവിട്ട പണം കേന്ദ്രം നമുക്ക് തരണം. അത് തരാൻ തയ്യാറല്ല. ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇങ്ങനെ തരാൻ ബാക്കിയുള്ളത്. എങ്ങനെ മുന്നോട്ട് പോകും? ഇതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിന് കടമെടുക്കണം. കടമെടുക്കുന്നത് ഭാവി പ്രവർത്തനങ്ങൾക്കാണ്, പദ്ധതികൾക്ക് രൂപം കൊടുക്കാനാണ്. കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതികളെല്ലാം കേരളത്തിൻ്റെ വികസനത്തിന് വലിയ തോതിലല്ലേ വഴിവെച്ചിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ ഈ പദ്ധതികളിലൂടെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞില്ലേ? വിവിധ പദ്ധതികളല്ലേ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ആ കടമെടുപ്പ് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്, സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. ഭരണഘടന പ്രകാരം സംസ്ഥാനത്തിന് അതിന് അവകാശമുണ്ട്. അപ്പോൾ ഭരണഘടന പ്രകാരം അവകാശമുള്ള, അധികാരമുള്ള ഒരു കാര്യം സംസ്ഥാനം ചെയ്യുമ്പോൾ അതിനുവേണ്ടി പ്രത്യേക നിയമനിർമ്മാണവും നമ്മുടെ നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധമായി, നിയമവിരുദ്ധമായി കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുകയാണ്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് ആ കടമെടുപ്പ് പരിധി കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുകയാണ്. അങ്ങനെ നിശ്ചയിക്കുമ്പോൾ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വല്ലാതെ കുറക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഫലമായി സംഭവിക്കുന്നത് എന്താ? നമ്മുടെ കേരളത്തിൻ്റെ കയ്യിൽ കിട്ടേണ്ട പണത്തിൽ വലിയ കുറവ് വരുന്നു. ഒരു കണക്ക് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന കടമെടുപ്പ് പരിധിയിൽ അതിൻ്റെ പരിധി കുറക്കുന്നത് മാത്രമല്ല, ആ കുറച്ച പരിധിയിലുള്ള പണം എടുക്കാൻ സമ്മതിക്കില്ല. അതിൻ്റെ കൂടെ വേറെ ചിലത് ചേർക്കുകയാണ്. നിങ്ങൾ കിഫ്ബി മുഖേന വായ്പ എടുക്കുന്നു, അപ്പോൾ ആ വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി കണക്കാക്കും. ക്ഷേമ പെൻഷൻ നേരത്തെ 600 ഉണ്ടായിരുന്നത് 1600 രൂപ കൊടുക്കുന്നു. നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇത്രത്തോളം എന്തിനാണ് കൊടുക്കുന്നത്, ഇത്രയധികം ആൾക്ക്, 62 ലക്ഷത്തോളം ആൾക്ക് എന്തിനാണ് കൊടുക്കുന്നത്. ധനമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് ആ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ ആ ഇനത്തിൽ കുറവ് വരുത്തുകയാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കയ്യിൽ ഉണ്ടാകേണ്ട പണത്തിലാണ് കുറവ് വരുന്നത്. ആ കുറവെത്രയാ? 5-10 കോടിയല്ല, 100-200 കോടിയല്ല, ചില്ലറ ആയിരങ്ങളുമല്ല. ഈ കഴിഞ്ഞ 7 വർഷക്കാലത്തെ നമ്മുടെ അനുഭവം എടുത്താൽ, എല്ലാം കൂടി കണക്കാക്കിയാൽ 1,07,500 പരം കോടി രൂപയുടെ കുറവാണ് നമ്മുടെ സംസ്ഥാനത്തിന് വന്നിട്ടുള്ളത്. നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ല, വിടില്ല എന്നതാണെന്നല്ല. ഇത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തിനെതിരായ നടപടിയാണ്. അതാണ് നമ്മൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയുടെ മുന്നിൽ കേരളം പോയിരിക്കുന്നു ഇതിന് പരിഹാരം തേടിക്കൊണ്ട്.
സുപ്രീം കോടതിയുടെ ഇടപെടലാണ് നാം ആവശ്യപ്പെടുന്നത്. കോടതി അത് പരിഗണിക്കാനിരിക്കുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ നവകേരള സദസ്സ് ബഹിഷ്കരിച്ച കോൺഗ്രസിനോടും UDF-നോടും വീണ്ടും അഭ്യർത്ഥിച്ചു. ഇത് നാടിൻ്റെ ഏറ്റവും ഗൗരവമായൊരു ഘട്ടമാണ്. ഈ ഘട്ടം നാം മനസ്സിലാക്കേണ്ടത് 2023-24 മാത്രം വിഷമമുണ്ടാക്കുന്ന ഒന്നല്ല. മറ്റൊന്ന് 2026 മാത്രം വിഷമമുണ്ടാക്കുന്ന ഘട്ടവുമല്ല. ഇത് കേരളത്തിൻ്റെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കും. നമ്മുടെ നാടിനെ തകർക്കാനാണ് നീക്കം. നമ്മൾ തമ്മിൽ UDF, LDF എന്നൊക്കെ പറഞ്ഞ് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, അത് തുടരട്ടെ. രണ്ട് ഭാഗവും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലെ നാട് ഒന്നിച്ചു നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കാതിരിക്കരുത്. ഇവിടെ ഒന്നിച്ചു നിൽക്കണം. നിങ്ങൾ സഹകരിക്കാൻ തയ്യാറാവണം. കാരണം സാങ്കേതികമായി പുറത്തു നോക്കുമ്പോൾ ഇതുപോലൊരു ആവശ്യത്തിന് കേരളം യോജിപ്പില്ല എന്ന അവസ്ഥ ഉണ്ടാക്കരുത്. നിങ്ങൾ സഹകരിക്കാൻ തയ്യാറാവണം. ഇതിൽ എന്തെങ്കിലും ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ആ ചർച്ച നമുക്ക് ചെയ്യാം. ഇത് പറഞ്ഞത് നമ്മുടെ നാടിനു വേണ്ടി, കേരള സംസ്ഥാനത്തിനു വേണ്ടി സർക്കാരാണ്. സർക്കാരിന് വേണ്ടിയാണ് ഞങ്ങൾ ആ പരസ്യ അഭ്യർത്ഥന നടത്തിയത്. എന്താ പ്രതികരണം? പ്രതിപക്ഷ നേതാവ് ഉടനെ പറഞ്ഞു, നിങ്ങളുമായി ഒരു യോജിപ്പുമില്ല, നിങ്ങളുമായി യോജിക്കുന്ന പ്രശ്നമേ ഇല്ല. അതാണോ എടുക്കേണ്ട സമീപനം? ആ സമീപനം നാടിന് ഗുണകരമാണോ? നാടിന് ചേരുന്നതാണോ? നാടിൻ്റെ ഭാവിക്ക് നല്ലതാണോ? ഇതല്ലേ ചിന്തിക്കേണ്ടത്? നിങ്ങൾ അതിൻ്റെ ഭാഗമായി നവകേരള സദസ്സിനെ ഇകഴ്ത്താൻ, അതിനെ വിവാദത്തിലാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഒന്നും ഏശിയില്ല. എല്ലാം സാധാരണഗതിയിൽ അതിൻ്റെതായ വഴിക്ക് പോയി. ഞങ്ങൾ കാണുകയല്ലേ എല്ലാ ചിത്രങ്ങളും. 1000-ഓളം ആളുകൾ ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നു. ആ കൂടി നിന്നിടത്തുനിന്ന് ഒരാള് അല്ലെങ്കിൽ 2 പേര് കരിക്കൊടി കാണിക്കുകയാണ്. അപ്പോൾ ആ കൂടി നിന്നവരോടും കൈവീശുന്നു, ഈ കരിക്കൊടി കാണിക്കുന്നവരുടെ നേരെയും നമ്മൾ കൈവീശുന്നു. ഈ കൂടി നിന്നവരോ അവരും ഇതെന്താണ് ഒരു കോപ്രായം എന്ന മട്ടിൽ നോക്കി കാണുന്നു. ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകുന്നില്ല. സാധാരണ നിലയിൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രതികരണം ഇതിനോട്, അതിനെ അവഗണിച്ചുകൊണ്ടുള്ള പ്രതികരണത്തിലേക്ക് എത്തി എന്നാണ് അർത്ഥം. ഇതെന്തുകൊണ്ട് വന്നതാ? ഈ കരിങ്കൊടി വീശൽ പ്രകോപനം സൃഷ്ടിക്കാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിന് മുന്നിലേക്ക് ആള് ചാടി വന്നപ്പോൾ അവരെ തള്ളി മാറ്റിയത് എന്തോ ഭയങ്കര പാതകം എന്ന മട്ടിലൊരു വർത്താനം വന്നല്ലോ. തള്ളിമാറ്റല്ലാതെ വേറെന്ത് ചെയ്യും? ഓടുന്ന ബസ്സിന് മുന്നിലേക്ക് ആള് ചാടുകയാണ്. സ്വാഭാവികമായി അവരെ തള്ളി മാറ്റുന്നു. അത് ചെയ്യേണ്ട കാര്യമല്ലേ? അത് അവരുടെ ജീവൻ രക്ഷിക്കാനാണ് എന്ന് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ജീവൻ രക്ഷിക്കലല്ലേ അത്? അല്ലെങ്കിൽ ബസ് തട്ടിയാൽ എന്ത് സംഭവിക്കും? പക്ഷേ അന്ന് തന്നെ ഞങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞു, ഇത് പ്രകോപനം സൃഷ്ടിക്കാനാണ്. പ്രകോപനത്തിൽ ആരും കുടുങ്ങരുത്. നവകേരള സദസ്സിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വിജയകരമായി നടത്താനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്രകോപനത്തിലും ആരും കുടുങ്ങരുത്. ആ അഭ്യർത്ഥന അക്ഷരം പ്രതി നമ്മുടെ സമൂഹം സ്വീകരിച്ചു.
അല്ലെങ്കിൽ ആ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വന്നിട്ട് കരിക്കൊടി വീശിയാൽ എന്താ സംഭവിക്കുക എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? ഒന്നും സംഭവിച്ചില്ല. എല്ലാവരും നല്ല ശാന്തരായി അതൊരു ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോഴെല്ലാം ആലോചിക്കുകയായിരുന്നു, എന്താണ് ഇവരുടെ ഒക്കെ ചങ്ങാതിമാര് പുറത്തിറങ്ങാത്തത്. അപ്പൊ അവരിന്നലെ ആ രംഗത്തിറങ്ങി. യുവമോർച്ച ഇന്നലെ തിരുവനന്തപുരത്ത് DGPയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറിയെന്നാണ്, സ്ത്രീകളെ ഇരച്ചു കയറ്റിയെന്നാണ്. ഇതാണ് BJP ഇതിനകത്ത് വിഷമിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം BJPയുടെ വിഷമാണ് നമ്മുടെ നാടിനെ ഇത്തരത്തിൽ അവഗണിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത്. BJPക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ഒരു ഇരിപ്പിടം കിട്ടണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മനസ്സ് BJPയെ സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം കേരളത്തിൻ്റെ മനസ്സ് മതനിരപേക്ഷ മനസ്സാണ്. ആ മതനിരപേക്ഷ മനസ്സിൽ വർഗീയതയ്ക്ക് ഇരിപ്പിടമില്ല. അതുകൊണ്ട് തന്നെ കേരളീയ മനസ്സ് BJPയെ സ്വീകരിക്കുന്നില്ല. ഇത് കേരളത്തോടുള്ള വിരോധമായി, കേരളീയരോടുള്ള വിരോധമായി മാറിയിരിക്കുന്നു. അങ്ങനെയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് BJP എത്തുന്നത്. എന്നാൽ ആ കേരള വിരുദ്ധ മനസ്സോട് കോൺഗ്രസും ചേരുകയാണ്, BJPയുടെ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ഇപ്പൊ കേരളത്തില് പാർലമെന്റ് അംഗങ്ങളായി 20 പേരാണല്ലോ ലോക്സഭാ അംഗങ്ങൾ. ആ ലോക്സഭാ അംഗങ്ങളായി 20 പേരുള്ളതിൽ 18 പേര് കോൺഗ്രസ്സുകാരാണ്, അല്ലെ UDFകാരാണ്. ആ UDFൽ ഏറിയ കൂറും കോൺഗ്രസ്സുമാണ്. അപ്പൊ ഈ 18 പേരിൽ ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി ശബ്ദിച്ചോ? കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ, വിവേചനത്തിനെതിരെ ശബ്ദിച്ചോ? എന്താണ് അവർക്ക് BJPയുടെ മനസ്സിൽ ഒരു നീരസവും ഉണ്ടാകരുത് എന്ന നിർബന്ധം? അതല്ലേ കാണുന്നത്? ഞങ്ങൾ കേരള സർക്കാരിന് വേണ്ടി ഈ മന്ത്രിസഭ 2 തവണ ഈ MP-മാരോട് അഭ്യർത്ഥിച്ചു. അവരുടെ യോഗത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം, നിവേദനം കൊടുക്കണം. ഞങ്ങളുടെ മുന്നിൽ സമ്മതിച്ച് അവര് പിന്നീട് അതിന് തയ്യാറായില്ല. ഇപ്പോൾ ഒടുവിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ നിവേദനത്തിൽ ഒപ്പിടണമെങ്കിൽ കേരള ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥയെക്കുറിച്ച് ആദ്യം എഴുതണം. അതായത് കേരളത്തിന്റെ സാമ്പത്തിക പ്രയാസം കേരള ഗവൺമെന്റ് കെടുകാര്യസ്ഥ കൊണ്ടാണ് എന്ന് പറയണം. എന്തിനാണത്? കേന്ദ്ര ഗവൺമെന്റ് ന്യായീകരിക്കാൻ. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ഈ പ്രവൃത്തികളെ, കേരള വിരുദ്ധമായ നടപടികളെ ന്യായീകരിക്കാൻ. എന്താണ് അത്രമാത്രം BJPയുടെ കേരള വിരുദ്ധ മനസ്സിനോട് ചേർന്ന് നിൽക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്? നാം ഇവിടെ കാണേണ്ടത്, ഇവരെല്ലാം ബഹിഷ്കരിച്ചു. ആ ബഹിഷ്കരണത്തെ നാട്ടുകാരെങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ നാട് ഒരേ വികാരത്തിൽ അണിനിരക്കുന്നു. ഇവിടെ മഞ്ചേശ്വരം മുതൽ ആറന്മുള മണ്ഡലം വരെ കാണുന്ന കാഴ്ച ഒരേ കാഴ്ചയാണ്. ഈ പങ്കെടുക്കുന്ന 10,000 നമ്മുടെ കേരളത്തിലെ ഒരു സന്ദേശം നൽകുകയായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു, നാളെ നിങ്ങളും അണിചേരുക, നമ്മുടെ നാടിൻ്റെ രക്ഷയ്ക്ക് നാം മുന്നിട്ടിറങ്ങണം, ഭേദചിന്തയില്ലാതെ മുന്നിട്ടിറങ്ങണം. ഇതാണ് നാടിന് ഞാൻ PA മുഹമ്മദ് റിയാസ്, നിങ്ങളുടെ പൊതുമരാമത്ത് ഓരോ ടൂറിസം വകുപ്പ് സദസ്സും മന്ത്രി. നൽകിയ സന്ദേശം അത് പൂർണ്ണമായി ജനങ്ങൾ ഉൾക്കൊണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സദസ്സുകളായി ഈ പരിപാടികളാകെ മാറിയത്. ഈ പങ്കെടുക്കുന്ന 10,000 കേരള സർക്കാരിന് കൃത്യമായ ഒരു സന്ദേശം കൂടി നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട്.
ഞങ്ങൾക്കത് മതി. നന്ദി, നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.